ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ടർബോ 12 സീരീസിന്റെ ഫസ്റ്റ് ക്ലാസ് ആണിത്. അപ്പോൾ എന്താണ് ടർബോ 12 സീരീസ് എന്ന് സംശയമുള്ളവർക്ക് വേണ്ടി 12 ദിവസം നമ്മൾ ഒരു LDC അല്ലെങ്കിൽ ഒരു 10th ലെവൽ എക്സാം, 10th ലെവൽ പ്രിലിംസ് മെയിൻസ് സിലബസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിൽ നിന്നുള്ള ഓരോ ക്ലാസ്സുകൾ വീതമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ടർബോ 12 സീരീസ് വഴി യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ലഭിക്കുക. അപ്പോൾ ഈ ഒരു സീരീസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് എക്സാം, ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കുറച്ച് പുറത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു മോഡൽ സ്കോളർഷിപ്പ് എക്സാം ജൂൺ 15 ഉണ്ടാവും. ജൂൺ 1 മുതൽ ജൂൺ 12 വരെ നിങ്ങൾക്ക് ടർബോ 12ന്റെ ഓരോ ക്ലാസ്സുകളായിട്ട് ഡെയിലി യൂട്യൂബിൽ ലഭിക്കും. അപ്പോൾ അത് മൊത്തം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് ഇനി 10th ലെവൽ പ്രിലിംസ് എക്സാം വരാനുണ്ട്, ബെവ്കോ LDCയുടെ വരാനുണ്ട്, അതുപോലെ കമ്പനി ബോർഡ് LGSന്റെ ഒക്കെ വരാനുണ്ട്. അപ്പോൾ അതിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സിലബസിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ടർബോ 12 സീരീസിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്താം, അതുപോലെ നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമിനും രണ്ടിനും കൂടെ ഉള്ള ഒരൊറ്റ ഷോർട്ട് കട്ട് സാധനമായിരിക്കും ഈ ടർബോ 12 സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും നമ്മുടെ ഇനി പുതിയ കോഴ്സുകൾ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 10% ഡിസ്കൗണ്ട്, ഓൺലൈൻ കോഴ്സുകളിലൊക്കെ 10% ഡിസ്കൗണ്ടും, അതുപോലെ ആദ്യത്തെ 20 റാങ്ക് കിട്ടുന്ന, ഈ പരീക്ഷയിൽ 20 റാങ്ക് കിട്ടുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ടുകളുണ്ട്. 1 മുതൽ 5 വരെയുള്ളവർക്ക് 100%, 6 മുതൽ 10 വരെ 50% ഡിസ്കൗണ്ട്, 11 മുതൽ 15 വരെ 30%, 16 മുതൽ 20 വരെ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും 10% ഉണ്ട് സൈലം BSCയുടെ LDC കോഴ്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു സീരീസ് കൃത്യമായി കണ്ടു പഠിച്ച് ഡെയിലി ഓരോ ക്ലാസ്സുകൾ വീതം ഓരോ സബ്ജക്റ്റുകൾ ഉണ്ടാവും. അത് കണ്ടു പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു സ്കോളർഷിപ്പ് എക്സാമും കൂടെ അറ്റൻഡ് ചെയ്യുക. ജൂൺ 15 നമ്മുടെ ഓൺലൈൻ സ്കോളർഷിപ്പ് എക്സാം ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ടർബോ 12 സീരീസിൻ്റെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ടർബോ 12 സീരീസിൽ ഇന്ന് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഭാഗമാണ് നോക്കാൻ പോകുന്നത്. മാത്സിൽ നമുക്ക് 10th ലെവൽ പ്രിലിംസ്, ഇപ്പം കമ്പനി ബോർഡിൻ്റെ LGSന്റെ പ്രിലിംസ് ആയിക്കോട്ടെ, ബെവ്കോയുടെ LDCയുടെ പ്രിലിംസ് ആയിക്കോട്ടെ, രണ്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് ദശാംശ സംഖ്യകൾ. അപ്പോൾ മാത്സിൻ്റെ ഭാഗത്ത് നമ്മൾ ദശാംശ സംഖ്യകളും മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് സ്ഥാനനിർണ്ണയം, റാങ്കിങ് ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ ടോപ്പിക്കും ആയിരിക്കും ഈ ഒരു സീരീസിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കൃത്യമായി ഒരു 1.5-2 മണിക്കൂറിനടുത്ത് കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ ആ കണ്ടന്റ് കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് പ്രിലിംസ് എക്സാം ആയിക്കോട്ടെ, മെയിൻസ് എക്സാം ആയിക്കോട്ടെ, എന്തായാലും മാർക്ക് കിട്ടാനുള്ള കണ്ടന്റ് ഇതിലുണ്ട്. പ്രിലിംസിൽ 3 മുതൽ 4 മാർക്ക് വരെ നിങ്ങൾക്ക് എന്തായാലും ഈ ഭാഗം വെച്ച് തന്നെ കിട്ടാനുണ്ടാവും. മെയിൻസ് ആണെങ്കിൽ 1-2 മാർക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ദശാംശ സംഖ്യകളാണ് 10th പ്രിലിംസിൻ്റെ സിലബസ് നിങ്ങൾക്ക് കാണാം. ദശാംശ സംഖ്യകൾ ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ മെയിൻസിൻ്റെ സിലബസ് ആണെങ്കിലും, LDC മെയിൻസ് സിലബസ് ആണെങ്കിലും അവിടെയും ഉണ്ട് ഭിന്നസംഖ്യകൾ ആൻഡ് ദശാംശ സംഖ്യകൾ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ബേസ് മുതൽ വളരെ വൃത്തിക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ ഓരോരോ ടൈപ്പുകളായിട്ട് നോക്കി പഠിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നാൽ തുടങ്ങാം. ഫസ്റ്റ് തന്നെ എന്താണ് ദശാംശ സംഖ്യകൾ, അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ ആദ്യം പറയാം, അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങളിലേക്കൊക്കെ കടക്കാം. അപ്പോൾ ദശാംശ സംഖ്യകൾ, ഡെസിമൽ നമ്പേഴ്സ് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ഡെസിമൽ എന്ന് പറയുമ്പോൾ. എന്താ, ഒരു പോയിന്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ്, ഒരു പൂർണ്ണസംഖ്യയും ഒരു നമ്പറും പിന്നെ അപ്പുറത്തൊരു ഭിന്നസംഖ്യയുടെ പാർട്ടും കൂടെ ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ ദശാംശ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു നമ്പർ കാണാം. എന്താ, 45.32. അപ്പോൾ 45 ഒരു നമ്പറാണ്, പൂർണ്ണസംഖ്യയാണ്, ഒരു പോയിന്റ് ഇട്ടു, അപ്പുറത്ത് 2 നമ്പേഴ്സ് 3ഉം 2ഉം ഉണ്ട്. 45.32, 45.32 എന്നാണ് വായിക്കാം. അപ്പോൾ ഈ 45 എന്ന് പറയുന്നത് എന്താണ്, ഈ ദശാംശ ബിന്ദുവിന് ഇടതുവശത്ത്, ആ പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ളതിനെ നമ്മൾ എന്ത് പറയും, പൂർണ്ണസംഖ്യാ ഭാഗം. 45 ഇതിലെ നമ്പറാണ്. അതിൻ്റെ ഇപ്പുറത്ത് വലതുവശം, ആ പോയിന്റ് ഇട്ട് അതിൻ്റെ വലതുവശത്തുള്ളതിനെ എന്ത് വിളിക്കും, 32, അതിനെ ദശാംശ ഭാഗം എന്നും വിളിക്കും. എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ് ആയിരിക്കും. ഇപ്പുറത്തുള്ള നമ്പറും അപ്പുറത്തുള്ള അതിൻ്റെ ഡെസിമൽ പാർട്ടും ആണ്. ഇനി ഡെസിമൽ പാർട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദശാംശ ബിന്ദുവിന് വലതുവശത്ത് അവസാനമായി എത്ര പൂജ്യങ്ങൾ ചേർത്താലും അതിൻ്റെ വില മാറില്ല. അതായത് ഇപ്പോൾ ഇവിടെ 45.32 നിങ്ങൾ കണ്ട സംഖ്യയെങ്കിൽ അതിനെ വേണമെങ്കിൽ 45.320 എന്ന് എഴുതാം. കാരണം അവസാനം ഒരു 0 ഇട്ട് കൊടുത്താൽ അതിൻ്റെ വില മാറുന്നില്ല. എവിടെ, ദശാംശ സ്ഥാനത്തിൻ്റെ അവസാനത്ത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കേ, 2.5 എന്നുള്ളതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 2.50 എന്ന് എഴുതാം, വേണമെങ്കിൽ 2.500 എന്ന് എഴുതാം. ഇതൊക്കെ സെയിം ആണ് എന്നുള്ളൊരു പോയിന്റും കൂടെ ജസ്റ്റ് മനസ്സിൽ വെക്കാം. അറിയുന്ന കാര്യമായിരിക്കും, ജസ്റ്റ് മനസ്സിൽ വെക്കാം. ഇനി നമ്മൾ ദശാംശ സംഖ്യയിൽ ആ ഒരു പോയിന്റിന് ശേഷമുള്ള ആളുകളുടെ വില എങ്ങനെയാണ് നോക്കുക എന്നുള്ള ഒരു ബേസിക്കും കൂടെ നോക്കാം.
നമുക്കറിയാം ദശാംശ സംഖ്യ എന്ന് പറയുമ്പോൾ നടുവിൽ ഒരു പോയിന്റ് ഉണ്ടാവും, ഇപ്പുറത്തെ സംഖ്യ അപ്പുറത്തെ ഡെസിമൽ പാർട്ടും ആണ്. അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ പോയിന്റിന് ശേഷമുള്ള നമ്പറിന്റെ വില നമ്മൾ എങ്ങനെ കണ്ടെത്തും, അതിന്റെ വാല്യൂ എത്രയാണെന്ന് എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. അപ്പോൾ ഇവിടെ വലിയൊരു ചിത്രത്തിൽ എക്സാമ്പിളിലൂടെ കാണാം. 345.678 345.678 ആണ്. അപ്പോൾ ഈ 345-ൽ 5-നെ നമുക്ക് എങ്ങനെ എഴുതാം? 5-നെ നമുക്ക് 5 × 1 എന്നുള്ള ലെവലിൽ എഴുതാം. 5 × 1. 4-നെയോ, 4 നമ്പറാണ്, 10ന്റെ സ്ഥാനത്താ. 4 × 10 ആണ് അതിന്റെ സ്ഥാനവില എന്ന് പറയുന്നത്. 3-ന്റെ എന്താണ്? 100ന്റെ സ്ഥാനത്താ. 3 × 100 എന്ന് എഴുതാം അതിനെ. അതേപോലെ പോയിന്റ് കഴിഞ്ഞ് അപ്പുറത്തേക്കുള്ളതാണെങ്കിൽ, പോയിന്റ് കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തെ സൈഡിലേക്കുള്ളതിനെയാണെങ്കിൽ നമുക്ക് പറയാം 6 × 1/10 ആണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം അങ്ങനെ പോകുന്നു. പോയിന്റ് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് എണ്ണുമ്പോൾ 1/10, ആദ്യത്തേത് 1/10, പിന്നെ 1/100, പിന്നെയോ പിന്നെ 1/1000, 1/10,000, അങ്ങനെ ചെറുതായി പോവാണ് ചെയ്യാം. അപ്പോൾ പോയിന്റിന് ശേഷം ഓരോ സംഖ്യകൾ വരുന്നിടത്തോളം ആ സംഖ്യകളുടെ വില ചെറുതായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 6-ൻ്റേത് 10ന്റെ ദശാംശം, 100-ന്റെ 1/100 ആണ്, ഇവിടെ 1/1000 ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവിടെ വളരെ വ്യക്തമായി കാണാം. അപ്പോൾ ഇതിനെ പിരിച്ചെഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം: 345-നെ 3 × 100 + 4 × 10 + 5 × 1 എന്ന് എഴുതാം. അപ്പുറത്ത് പറഞ്ഞാലോ 678-നെ പിരിച്ചെഴുതാൻ പറഞ്ഞാൽ 6 × 0.1, 7 × 0.01, 8 × 0.001 എന്നും എഴുതാം. അങ്ങനെയാണ് ഇതിന്റെ സ്ഥാനവിലകൾ പിരിച്ചെഴുതാം. ഇത് ഞാൻ ഇങ്ങനെ തന്നെ എഴുതി കാണിക്കാൻ ഒരു റീസൺ ഉണ്ട്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് 10th പ്രിലിംസിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു ടർബോ 12 സീരീസിൽ എൻ്റെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മൊത്തം PYQs ആണ്. പ്രധാനമായും 2026, 25, 24 മാക്സിമം. അതിന് താഴോട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും ഇതിലില്ല. ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ്. കഴിഞ്ഞ 1.5 കൊല്ലത്തിൽ PSC ചോദിച്ചിട്ടുള്ള ദശാംശ സംഖ്യകൾ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ബേസ് ചെയ്തിട്ട് വന്ന 2-3-4 ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, സംഭവം തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ ഓരോന്നായി നോക്കും, അതിൻ്റെയൊക്കെ PYQs നോക്കും. അങ്ങനെ ഈ ഒരു ദശാംശ സംഖ്യകൾ ഈ ഒരു 1.5 മണിക്കൂറിൽ നിങ്ങൾ ഫുൾ സെറ്റായിട്ട് പഠിച്ചിരിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ദശാംശ രൂപത്തിൽ എഴുതുക. നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കാര്യം 1 + 9/100. 9/100 എന്ന് പറഞ്ഞാൽ 9 × 1/100 എന്നാണ് അല്ലേ. അതുപോലെ 3/1000. 3/1000 എന്ന് പറഞ്ഞാൽ 3 × 1/1000 എന്നാണ്. അപ്പോൾ ഇവിടെ 1-ന്റെ സ്ഥാനത്ത്, അതായത് 1 എന്ന് ഇവിടെ എഴുതാം, എന്നിട്ട് പോയിന്റ് ഇട്ടു, കാരണം ഇതിൻ്റെ അപ്പുറത്തേക്കുള്ളതൊക്കെ പോയിന്റാ. പിന്നെ 1/10 എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആരുമില്ല അല്ലേ, അവിടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ 1/10. അപ്പോൾ അവിടെ നമുക്കൊരു 0 ഇട്ട് കൊടുക്കാം. 0 × 1/10 ആണ്. അടുത്തത് 9 ആണ്. 9 × 1/100 ആണ്. അപ്പോൾ ഇവിടെ 9 വരും. പിന്നെ അടുത്തത് 3/1000 ആണ്. അപ്പോൾ എന്ത് വരും? 3 എന്ന് വരും. 1.093 എന്നായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 1.093. ഞാനത് ആ സ്ഥാനവില വെച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി അതല്ല, നിങ്ങൾക്കത് നേരെ കൺവേർട്ട് ചെയ്ത് ചെയ്യണേ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് ഓരോന്നിനെയും കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ 1-നെ 1 തന്നെ എഴുതി. 9-നെ 9/100-നെ നമുക്ക് എങ്ങനെ എഴുതാം? 0.09 എന്ന് എഴുതാം. 3/1000-നെ 0.003 എന്ന് എഴുതാം. അപ്പോൾ ഈ 3 നമ്പേഴ്സും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നതാണ് ഓപ്ഷൻ ബി, 1.093. ഇതൊരു LGS എക്സാം ആയിരുന്നു. പ്യൂൺ 2025 എന്നുള്ള പരീക്ഷയിൽ, വാച്ച്മാൻ എന്നുള്ള എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ സ്ഥാനവിലയുടെ ഇമ്പോർട്ടൻസ് ആണ് നിങ്ങളവിടെ മനസ്സിലാക്കിയത്. പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ നമ്പർ 1/10, രണ്ടാമത്തെ നമ്പർ 1/100, അത് കഴിഞ്ഞ് വരുന്നത് 1/1000, 1/10000, അങ്ങനെ ചെറുതായി പോകും. ഒരു എക്സാമ്പിളും കൂടെ ചോദിച്ച ക്വസ്റ്റ്യൻ അതേ ഐഡിയ തന്നെയാണ്. നോക്കിക്കേ, ശ്രദ്ധിച്ച് നോക്കിക്കേ. 3 × 10. അപ്പോൾ 3 × 10 എന്ന് പറയാം, രണ്ടാമത്തെ സ്ഥാനത്ത് 3 ഉണ്ട്. 5 × 1, ഇവിടെ 5 ഉണ്ട്. ഇനി എന്ത് വരും? കഴിഞ്ഞു. 1 കഴിഞ്ഞാൽ പിന്നെ 1/10-ന്റെ സ്ഥാനം. അപ്പോൾ ഇവിടെ പോയിന്റ് വന്നു. ദശാംശത്തിൻ്റെ പാർട്ടിലേക്ക് പോയി. 8/10 ഉണ്ട്. അപ്പോൾ 8 വന്നു. അപ്പോൾ ഇനി 1/100-ന്റെ സ്ഥാനത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ആരുമില്ല, കാരണം 1000-ന്റെ സ്ഥാനത്തേ ഉള്ളൂ. അപ്പോൾ 1/100-ന്റെ സ്ഥാനത്ത് ഒരു 0 ഇട്ട് കൊടുക്കാം. 3/1000-നെ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതായിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ചോദ്യത്തിൻ്റെ ഉത്തരം. നമ്മൾ ആ സ്ഥാനവിലകൾ ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. ഇനി അല്ല, നിങ്ങൾ ഇത് ആഡ് ചെയ്യുന്ന പോലെ ചെയ്താലും ഉത്തരം ഇങ്ങനെ തന്നെ വരും. 3 × 10 30,
5 × 1 5, 8/10 എന്ന് പറയുമ്പോൾ 0.8, 3/1000 എന്ന് പറയുമ്പോൾ 0.003. ഇതെല്ലാം കൂടെ കൂട്ടാം. 3 0 8 5 3. ഇങ്ങനെ വേണം, ഇങ്ങനെയും ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഏറ്റവും സിമ്പിൾ വഴി അവിടെ പറഞ്ഞത്, അതായത് പോയിന്റിന് ശേഷമുള്ള ഫസ്റ്റ് സംഖ്യ 1/10, രണ്ടാമത്തെ സംഖ്യ 1/100, മൂന്നാമത്തെ സംഖ്യ 1/1000. അപ്പോൾ ഇത് 1/10 ആണ്, ഇത് 1/1000 ആണ്. 1/100 സ്ഥാനത്ത് ആരും ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ 0 ഇട്ട് കൊടുക്കാം. 0 ആണ് അവിടുത്തെ സ്ഥാനമില്ല. ഇത്രയും കാര്യങ്ങളിൽ സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണ് എന്ന് വിചാരിക്കും. ഇനി ദശാംശ സംഖ്യയെ ഒരു ഭിന്നസംഖ്യാ രൂപമാക്കുന്ന ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. 1.25 എന്ന ദശാംശ സംഖ്യക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏത്? അപ്പം ഇങ്ങനെയുള്ള നമ്പറിനെ ഒരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യ ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എത്ര സ്ഥാനങ്ങൾ, അതായത് പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കാം, എത്ര എണ്ണം ഉണ്ട് നോക്കാം. അപ്പോൾ പോയിന്റിന് ശേഷം 1 2 രണ്ടെണ്ണം ഉണ്ടാവും. അപ്പോൾ താഴെയുള്ള നമ്പർ 10ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ, അതായത് താഴെയുള്ള നമ്പറിൽ 2 0 ഉണ്ടാവും. പോയിന്റിന് ശേഷം 2 നമ്പർ ഉണ്ടെങ്കിൽ താഴെ 2 0 ഉണ്ടാവും. അപ്പോൾ എങ്ങനെ വരിക? 125/100 എന്ന് വരും, 125/100 എന്ന് വരും, 125/100 എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ ഇതിനൊന്ന് വെട്ടിച്ചെറുതാക്കാം. 125/100 വെട്ടിച്ചെറുതാക്കുമ്പോൾ മേലെയും താഴെയും ഞാൻ 25 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒരു ഭിന്നസംഖ്യ മേലെയും താഴെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാം. 25 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 5/4 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വരിക 5/4 എന്നാണ്. 5/4 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. 5/4 ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് മാറും. 5/4 ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ മാറ്റങ്ങൾ വരുത്തുന്നത്. എന്താണ്? ആ പോയിന്റിന് ശേഷമുള്ള സംഖ്യ ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ LDC ബാച്ച്, പുതിയ LDC ബാച്ച് ജൂൺ 17 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1 വർഷം വാലിഡിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എക്സാം വരെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം LDCയിൽ ഒരുപാട് റാങ്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനിയും റാങ്കുകൾ കരസ്ഥമാക്കാൻ നമുക്ക് LDC ബാച്ച് വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പ്രത്യേകിച്ച് ഈ ഒരു ടർബോ 12 എഴുതിയവർക്ക് എല്ലാവർക്കും 10% ഡിസ്കൗണ്ട് ഉണ്ട്. നല്ല റാങ്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല ഡിസ്കൗണ്ടിൽ ആ ഒരു കോഴ്സ്, ഫസ്റ്റ് 5 റാങ്കൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് ആ കോഴ്സ് കിട്ടും. ഇനിയിപ്പോൾ ഫസ്റ്റ് 10 റാങ്ക് ആണെങ്കിലോ 5 to 10 ആണെങ്കിൽ പകുതി ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ആ കോഴ്സ് ലഭ്യമാക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിക്കാം. നമുക്ക് ടോപ്പിക്ക് തുടരാം. അപ്പോൾ ദശാംശ സംഖ്യകളിൽ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുന്നതും കുറക്കുന്നതും എന്നാണ്. അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. അപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു പോർഷനാണ്. എന്നാലോ ചോദ്യങ്ങൾ വരും, പ്രിലിംസിലൊക്കെ എപ്പോഴും വരുന്നതാണ്, മെയിൻസിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ദശാംശ ബിന്ദുകൾ നേരെ താഴെ വരുന്ന രീതിയിൽ സംഖ്യകൾ ക്രമീകരിച്ച് എഴുതുക, എന്നിട്ട് കൂട്ടാം. കുറക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ 12.5 3.42 കൂട്ടാൻ പറഞ്ഞാൽ നമ്മൾ എഴുതാം 12.5. ഈ പോയിന്റ് നേരെ വരണേ, പോയിന്റ് നേരെ വരണം. അപ്പോൾ ഇവിടെ പോയിന്റ് ഇടാം, 42, ഇവിടെ 3 എന്ന് ഇടാം. അപ്പോൾ എവിടെയെങ്കിലും സ്ഥാനങ്ങൾ തുല്യമാക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവസാനം എത്ര 0 വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ആ റൂൾ ഇവിടെ യൂസ് ചെയ്യുക. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഇത് കൂട്ടുക. 0 2 2 5 4 9 2 3 5 15 15.92 15.92 അത് കൂട്ടുമ്പോൾ കിട്ടും. ഇതേ ഐഡിയ തന്നെയാണ് കുറക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. പ്ലസും മൈനസും ഒരേ ലോജിക്കിൽ പോകുന്ന കാര്യങ്ങളാണ്. ഒരു ദശാംശ സംഖ്യയുടെ കൂട്ടലും കുറക്കലും പോകുന്നത് ഒരേ ലോജിക്കിലാണ്. അപ്പോൾ നോക്കാം, 10ൽ നിന്ന് 4.5 കുറക്കാൻ പറഞ്ഞാൽ ആലോചിക്കുക, 10 - 4.5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പോയിന്റ് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് 2 0 കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 0 കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇത് കുറക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 50 കുറക്കുമ്പോൾ ഇവിടെ 50 ആവും, ഇവിടെ അതുപോലെ 5 ആവും, 5.50. അപ്പോൾ ഈ രീതിയിലാണ് പ്ലസും മൈനസും ചെയ്യേണ്ടത്. പ്രധാനപ്പെട്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ദശാംശ ബിന്ദുക്കൾ നേരെ താഴെ വരുന്ന രീതിയിൽ സംഖ്യകൾ ക്രമീകരിച്ച് എഴുതുക. ആ പോയിന്റ് കറക്റ്റ് ഒരു ലൈനിലായിട്ട് വന്നിട്ട് എഴുതിയാൽ ഉത്തരം കിട്ടും. അപ്പോൾ ഈ ഒരു കൂട്ടൽ കുറയ്ക്കൽ ഭാഗത്തുനിന്ന് PSCയുടെ ചോദ്യങ്ങളിലേക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യം 10th ലെവൽ മെയിൻസ് 2025 വന്ന ചോദ്യമാണ്. ജസ്റ്റ് കൂട്ടാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു പണിയില്ല, നേരെ എഴുതുക, അത്രയേ ഉള്ളൂ. എഴുതുന്നത് കറക്റ്റായാൽ മതി. 7 എന്ന് എഴുതി, 0.7 എന്ന് എഴുതി, അടുത്ത പോയിന്റ് ഇവിടെ ഇട്ടു, 0 0 7 എന്നായി. അടുത്തൊരു പോയിന്റ് ഇട്ടു, 0 0 0 7 എന്ന് എഴുതി.
ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പം 7, ഇവിടെ ഒരു 7, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 7, ഇവിടെ ഒരു 7 നേരെ ഇറക്കി എഴുതി. അപ്പോൾ എന്തായി 7.7077 എന്ന് വരും. 7.7077 എന്ന് കിട്ടും. 7.7077 എന്നായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ പ്ലസ് ഞാൻ പറഞ്ഞ പോലെ വളരെ ബേസിക് ആയിട്ടുള്ള പരിപാടിയാണ്. എന്ത് ചെയ്താൽ മതി, ഈ ഒരു കാര്യം ഇത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അത് ലെവലായിരിക്കണം. പിന്നെ എവിടെയെങ്കിലും ഗ്യാപ്പ്, ഇപ്പോൾ ഇവിടെയൊക്കെ ഗ്യാപ്പ് കാണുന്നുണ്ട്, ഇവിടെ കണ്ടില്ല, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യാം, ഇവിടെയൊക്കെ നിങ്ങൾക്ക് 0 ഇട്ട് കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. ഇവിടെയൊക്കെ 0 ഇട്ട് കൊടുത്തോളൂ, ഇവിടെയൊക്കെ 0 കൊടുക്കാം. അപ്പോൾ കൂട്ടാൻ എളുപ്പമായി. അതായത് ദശാംശ സംഖ്യയിൽ അവസാനത്തെ നമ്പറിന് ശേഷം എത്ര 0 വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ദശാംശ സംഖ്യ മാറുന്നില്ല. അപ്പോൾ കൂട്ടാൻ എല്ലാവരും പഠിച്ചല്ലോ. അപ്പോൾ കുറക്കാനും ഇതേ ലോജിക്ക് തന്നെ മതി. എങ്ങനെയാണോ കൂട്ടിയത് അതേപോലെ തന്നെ കുറക്കാം. പ്ലസും മൈനസും കൂടെ വന്ന PSCയുടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, പ്ലസും മൈനസും ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലത് പ്ലസ്സിലൊക്കെ ആദ്യം കൂട്ടുക, എന്നിട്ട് അവസാനം കുറച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഏതൊക്കെ കൂട്ടണമെന്ന് ചോദിച്ചാൽ 1, 2, ഇതും കൂടെ അങ്ങ് കൂട്ടാം. ആ 3 കൂടെ അങ്ങ് കൂട്ടാം. 12.635, 1.965, 0.035 എല്ലാം കൂടെ കൂട്ടി. അപ്പോൾ എന്തായി 5ഉം 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 15, ബാക്കി 1 വന്നു. 4, 4ഉം 6ഉം 10, 10ഉം 3ഉം 13, ബാക്കി 1 വന്നു. 6ഉം 1ഉം 7, 7ഉം 9ഉം 16, ബാക്കി 1 വന്നു. അപ്പോൾ ഇവിടെ 14 എന്നായി, 13, 14ആയി, 1 ഇങ്ങനെ വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ കൂട്ടി. ഇപ്പോൾ പ്ലസും മൈനസും കൂടെ വന്നാൽ ആദ്യം പ്ലസ് ഉള്ള നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടുക. 1, 2, 3 കൂട്ടി. എന്നിട്ട് ആ 2.635 അതിൽ നിന്ന് കുറച്ചാൽ ഉത്തരമായി. അവസാനം കുറക്കുക. ഇതിൽ നിന്ന് 2.635 കുറച്ചു. ഇപ്പോൾ 0, 0, 0, 14 2 കുറച്ചു 12, 12.00 അല്ലെങ്കിൽ 12 എന്ന് പറയാം. ഈ ഒരു ചോദ്യവും 2025 തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്ലസും മൈനസും കൂട്ടലും കുറക്കലും കൂടെ വരുന്ന ഒരു ചോദ്യമായിരുന്നു. ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പ്ലസും മൈനസും ഇപ്പോൾ റെഡിയായി വരുന്നുണ്ടല്ലോ. 2-3 എക്സാമ്പിളും കൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നുള്ള മോഡലിലേക്കൊക്കെ പോവാം. അപ്പം അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. അപ്പം അടുത്ത എക്സാമ്പിള്, ഏത് സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.011 കിട്ടും. അപ്പം ഏതോ ഒരു സംഖ്യ ഉണ്ട്, ഏതാ നമുക്കറിയില്ല. അപ്പം ആ സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കാം. അതിനോട് എത്ര കൂട്ടി, 0.111 കൂട്ടി. അപ്പം എത്ര കിട്ടി, അത് കൂട്ടിയപ്പോൾ 1.011 കിട്ടി. അപ്പോഴോ നമുക്ക് ഇത് വേണം, ഇതാ വേണ്ടത്. ഏത് സംഖ്യ എന്നാണ് വേണ്ടത്. അപ്പം ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഈ നമ്പർ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. ഇവിടെയുള്ള പ്ലസ് അപ്പുറത്തേക്ക് കൊണ്ടുവന്നതാവും. പ്ലസ് ഉള്ളത് മൈനസ് ആവും, ഡിവിഷൻ ഉള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആവും, മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഡിവിഷൻ ആവും. നേരെ തിരിയും ഫംഗ്ഷൻസ്, പ്ലസ് മൈനസ്, മൈനസ് പ്ലസ്, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മൈനസ് ആവും. 1.011 മൈനസ് 0.111. അപ്പം ഇത് കുറക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് കുറക്കാൻ നമുക്കറിയാം. അതിവിടെ എഴുതിയിട്ട് കുറക്കുക, ഒരേ ലൈനിൽ വെക്കുക, ഡോട്ട് ഒരേ ലൈനിൽ വെച്ചിട്ട് കുറക്കുക. അപ്പോൾ ഇത് കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 നിന്ന് 1 പോയി 0, 1 നിന്ന് 1 പോയി 0, 10 നിന്ന് 1 പോയി 9ആയി. ഇവിടെ 10, ഇവിടെ 1 പോയി 0.900. അപ്പോൾ 0.900 എന്ന് പറയുമ്പോൾ എത്രയോ ഉത്തരം 0.9 എന്ന് എഴുതിയാൽ മതി. കാരണം ആ 0ന് പ്രത്യേകിച്ച് വില ഒന്നുമില്ല. അത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ ഓപ്ഷൻ ഉള്ളതിന് പകരം ഞാൻ ഇങ്ങനെയാണ് ഓപ്ഷൻ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ഇത് എഴുതി. ഓപ്ഷൻ ബി 0.9 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഇനി ഇതിൽ തന്നെ ഒന്നും കൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റൂട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ. പ്രത്യേകിച്ചും LGS ലെവലിൽ നമുക്ക് വർഗ്ഗമൂലം എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതും ഡെസിമലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടൈപ്പ് ചോദ്യം ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അങ്ങനെ വന്നിട്ടുള്ളൊരു പ്രിലിംസിൽ തന്നെ വന്ന 2025 ലാസ്റ്റ് നടന്ന പ്രിലിംസിൽ വന്നൊരു ചോദ്യമാണ്. വർഗത്തിൻ്റെ ലോജിക്കും കൂടെ ഉണ്ട്. അതായത് ഇവിടെ ഒരു റൂട്ട് തന്നു, റൂട്ട് ഓഫ് 5625 75 എന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് 0.5625 പ്ലസ് റൂട്ട് ഓഫ് 56.25 എത്രയാണെന്ന് ചോദിച്ചു.
അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. റൂട്ടിൻ്റെ ഒരു ചെറിയ കോൺസെപ്റ്റാണ്. ദശാംശ സംഖ്യകളുടെ എണ്ണം എത്രയാണോ അതിലുള്ളത് അതിൻ്റെ പകുതിയായിരിക്കും റൂട്ട് എടുക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. അതായത് ഇവിടെ 4 സ്ഥാനം ഉണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ടിൽ 2 സ്ഥാനമേ ഉണ്ടാവുള്ളൂ. എത്രയാണോ സ്ഥാനം അതിൻ്റെ പകുതിയാവും. അതേപോലെ ഇവിടെ എത്ര സ്ഥാനമുണ്ട്? ഇവിടെ ഇപ്പോൾ 2 സ്ഥാനമുണ്ട്. സ്ഥാനം ഉണ്ട് എന്ന് പറയുമ്പോൾ പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പോയിന്റിന് ശേഷം 2 നമ്പർ ഉണ്ട്, 2 സംഖ്യ ഉണ്ട്. അപ്പോൾ അവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? റൂട്ട് എടുക്കുമ്പോൾ 1 ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ 75 ഉത്തരം നമുക്ക് ഓൾറെഡി തന്നത്. അതിനാണ് ഈ 75 നിങ്ങൾ പോയിന്റ് ഇട്ട് എഴുതണം. അപ്പോൾ ഇതിനെ പോയിന്റ് ഇട്ട് എഴുതുമ്പോൾ 0.75 എന്നാവും. ഇതിനെ പോയിന്റ് ഇട്ട് എഴുതുമ്പോൾ ഒരു പോയിന്റ് 7.5 എന്നും ആവും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് ഉത്തരമായി. അപ്പോൾ എന്തായി ഉത്തരം? 7.5ഉം 0.75 കൂട്ടാം. 5 കൂട്ടി 5 7 12 ബാക്കി 1 8.25. 8.25 ആയിരിക്കും ചോദ്യത്തിൻ്റെ ഉത്തരം. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നു. അപ്പോൾ റൂട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു ദശാംശത്തിൻ്റെ ലോജിക്കാണ് നമ്മളതിൽ പഠിച്ചത്. റൂട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു ദശാംശ സംഖ്യയുടെ കോൺസെപ്റ്റാണ് നമ്മളതിൽ പഠിച്ചത്. അപ്പം ഇങ്ങനെ വന്നിട്ടുള്ള ഇത് 2024 ഒരു പ്രിലിംസിൽ വന്ന ചോദ്യമാണ്. ഇതൊക്കെയാണ് പ്രിലിംസിൽ സ്ഥിരം ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള. റൂട്ടും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നും കൂടെ നോക്കിക്കുക. റൂട്ട് ഓഫ് 3249 57 ആണ് എന്ന് തന്നു. ആ ഉത്തരം ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് 3249 ഓൾറെഡി തന്നത് 57 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഉത്തരത്തിൽ 1 പോയിന്റ്. ഇനി അടുത്തതിൽ പോയിന്റ് ഒന്നുമില്ല, പക്ഷെ ഇവിടെ 2 0 വന്നു. അപ്പോൾ 3249ന്റെ റൂട്ട് എത്രയാ? 57 ആണ്. 2 0 വന്നാൽ റൂട്ടിൽ 1 0 570 മൈനസ് അപ്പുറത്തുള്ള നമ്പറിൽ 4 0 ഉണ്ട്. അപ്പോൾ ഉത്തരത്തിൽ 2 0 2 പോയിന്റ്. ഉത്തരത്തിൽ 2 പോയിന്റ്. അപ്പോൾ നമുക്ക് കൂട്ടാനുള്ള 3 നമ്പേഴ്സ് ആദ്യം കൂട്ടാം. 57 ഉണ്ട്, 5.7 ഉണ്ട്, 570 ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കൂട്ടാം. 570.0 എന്ന് എഴുതാം, കാരണം 570 അല്ലേ. അപ്പോൾ 0.7 ഇവിടെ വന്നു. 7ഉം 5ഉം കൂട്ടി 12 ബാക്കി 1 5 7 12 13 ബാക്കി 1 632.7 ആയി. അപ്പോൾ ഈ 632.7 നിന്ന് എത്ര കുറക്കണം? അവസാനം കുറക്കേണ്ട നമ്പർ നോക്കിക്കേ, 0.57 ആണ്. അപ്പോൾ 632.7 നിന്നും 0.57 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 0 കൊടുത്തു, ഇവിടെ 3 ആയി. ഇവിടെ 70 നിന്ന് 57 കുറച്ചാൽ 13. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടൊന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര ആയി? 2 തന്നെ. ഇവിടെ 2 തന്നെ 3 6 632.13 എന്ന് വരും. ഓപ്ഷൻ ബി ആയിരിക്കും ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും പ്ലസും മൈനസും തന്നെയാണ്, പക്ഷെ അതിന് മുന്നേ ഡെസിമലിൻ്റെ റൂട്ട് എടുക്കുന്ന ഒരു ഐഡിയയും കൂടെ വന്നു അതിൽ. അപ്പോൾ ദശാംശ സംഖ്യകളുടെ റൂട്ട് എടുക്കുമ്പോൾ ആലോചിക്കുക, അവിടെയുള്ള സ്ഥാനങ്ങളുടെ എണ്ണം എപ്പോഴും ഈവൻ നമ്പർ ആയിരിക്കും. അത് നിങ്ങൾ പേടിക്കേണ്ട. ഇരട്ട സംഖ്യ വരുള്ളൂ, അല്ലെങ്കിൽ റൂട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇരട്ട സംഖ്യ വന്നാൽ 4 ആണ് 2 6 ആണ് 3 2 ആണെങ്കിൽ 1 8 ആണെങ്കിൽ 4 ആ രീതിയിൽ പോയിന്റുകൾ വരും. 8 പോയിന്റ് റൂട്ട് ചെയ്യുന്ന നമ്പറിൽ ഉണ്ടെങ്കിൽ റൂട്ട് എടുക്കുമ്പോൾ 4 എണ്ണം ഉണ്ടാവുള്ളൂ. 4 ആണെങ്കിൽ 2 എണ്ണം, 2 ആണെങ്കിൽ 1. സെറ്റാണ്. അപ്പോൾ കൂട്ടലും കുറക്കലും നിങ്ങൾക്ക് ഇനി എങ്ങനെ ചോദിച്ചാലും ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് അടുത്ത ഫംഗ്ഷനിലേക്ക് പോവാം. അടുത്തത് ഇനി വരിക, ആലോചിച്ച് വയ്ക്കുകയെ. പ്ലസ് മൈനസ് കഴിഞ്ഞാൽ ഇനി എന്താ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇപ്പോൾ ഗുണനത്തിൻ്റെ ലോജിക്. ഇപ്പോൾ ഗുണനത്തിൻ്റെ പൊതുവായ ഒരു നിയമം എന്ന് പറഞ്ഞാൽ സാധാരണ സംഖ്യകൾ എങ്ങനെയാണോ അതുപോലെ ഗുണിക്കുക. അതായത് പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഗുണിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട അതാണ്. തന്നിരിക്കുന്ന ദശാംശ സംഖ്യകളെ പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ച് ഗുണിക്കുക. എന്നിട്ടോ ഉത്തരത്തിൽ ചോദ്യത്തിൽ ആകെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കി വലത്തുനിന്ന് ഇടത്തോട്ട് കുത്തിടുക. അതായത് നേരെ ഗുണിക്കുക, എന്നിട്ട് ഇവിടെ ആകെ എത്ര പോയിന്റ് ഉണ്ടോ അത്രയും പോയിന്റ് ഉത്തരത്തിന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ 0.2ഉം 0.3യും ഗുണിക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സാധാരണ സംഖ്യ ആണെങ്കിൽ എന്താ ചെയ്യുക? പോയിന്റ് ഇല്ല, 2 3 ഗുണിച്ചു 6 ആണ്. ഇനി 6ൽ എന്ത് ചെയ്യണം? 6ൽ എത്ര സ്ഥാനം കൊടുക്കണം? ഇതാ ഇവിടെ ഒരു സ്ഥാനമുണ്ട്, ഇവിടെ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ 6ൽ 2 സ്ഥാനം കൊടുക്കണം. അപ്പോൾ ഉത്തരം എന്താവും? 0.06 ആവും. ഉത്തരം 0.06 ആവും. 0.06 ആവും. അതേപോലെ ഒരു എക്സാമ്പിളും കൂടെ 1.5 × 1.2 ചെയ്താൽ എന്താ സംഭവിക്കുക? 15 × 12 180 ആണ്. സ്ഥാനങ്ങൾ 2. അപ്പോൾ 180 എന്ന് പറഞ്ഞ നമ്പറിനെ 2 സ്ഥാനം ഇട്ട് കൊടുക്കുക. അതായത് വലത്ത് നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം എണ്ണിയാൽ അവിടെ വരും 1.80. 1.80നെ നമുക്ക് എങ്ങനെ എഴുതാം? 1.8 എന്ന് എഴുതാം.
അവസാനമുള്ള 0 എഴുതിയാലും എഴുതിയില്ലെങ്കിലും മാറില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനമുള്ള 0 ഒഴിവാക്കി 1.8 എന്ന് എഴുതി. അപ്പോൾ ദശാംശ സംഖ്യകളുടെ ഗുണനമാണ് നമ്മൾ ഇവിടെ നോക്കിയത്. അപ്പോൾ ഈ ഗുണനം ബേസ് ചെയ്തിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ 1-2 വർഷത്തിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടെ പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം 36 × 24 864 അങ്ങനെയാണെങ്കിൽ 0.036 × 2.4 എത്രയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ഗുണനത്തിൻ്റെ ഉത്തരം, അതായത് നേരിട്ട് ഗുണിച്ചാലുള്ള ഉത്തരം തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതേ നമ്പർ തന്നെയാണ് പോയിന്റ് ഇട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്ര പോയിന്റ് ആകെ വരും നോക്കിയാൽ മതി. ഇവിടെ 1 2 3, ഇവിടെ 1 4 പോയിന്റ് വരും. അപ്പോൾ 864 എന്ന് പറഞ്ഞ നമ്പറിനെ 4 സ്ഥാനമുള്ള രീതിയിൽ എഴുതിയാൽ എങ്ങനെ വരിക? 0.08664. 864 4 സ്ഥാനം വരണമെങ്കിൽ 864 മുന്നിൽ ഒരു 0 കൊടുക്കുക, 0.0864 എന്ന് എഴുതുക. ഓപ്ഷൻ ബി ആണ് ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരിക. ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. PSC ചോദിച്ച 2-3 എക്സാമ്പിൾസും കൂടെ നോക്കാം. അതേപോലെ തന്നെ, അതായത് എപ്പോഴും ചില ക്വസ്റ്റ്യൻസിലേക്ക് ഇതുപോലെ ഉത്തരം തരും. അത്ര എളുപ്പമായിട്ടാണ് ചോദ്യം തരുന്നത്. അതായത് ഉത്തരം തന്നു, ഇത് 122 × 41 5002 അങ്ങനെയാണെങ്കിൽ 1.2 × 2 41. അപ്പം അതേ നമ്പർ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ പോയിന്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 5042 2 സ്ഥാനം കൊടുത്താൽ എത്രയായി? 50.02. വലതുവശത്തു നിന്ന് 2 സ്ഥാനം കൊടുക്കുക, 50.02. ഓപ്ഷൻ സി എന്ന് വരും. അപ്പോൾ ഗുണനം കുറച്ചും കൂടെ എളുപ്പമാണ്. പ്ലസ് മൈനസിനേക്കാളും എളുപ്പമാണ് ആക്ച്വലി ഗുണനം. സാധാരണ സംഖ്യകൾ എങ്ങനെ ഗുണിക്കുന്നു അങ്ങനെ ഗുണിച്ചു. എന്നിട്ട് ആകെ എത്ര സ്ഥാനം ഉണ്ടോ അതിവിടെ ഇട്ട് കൊടുക്കാം. ആകെ എത്ര സ്ഥാനം വരുന്നുണ്ടോ അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. 8.5 × 6.3 ഈസ് ഈക്വൽ ടു K ആണെങ്കിൽ Kയുടെ വില എന്താ? 2025 LGS ചോദിച്ചതാണ്. അപ്പോൾ ഇത് നേരെ ഗുണിക്കുക, 85 63 ഗുണിക്കുക. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിൽ എത്ര സ്ഥാനം കൊടുക്കണം? നമ്മൾ 2 സ്ഥാനം കൊടുക്കേണ്ടി വരും. കാരണം ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെയും ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നോക്കുമ്പോൾ 2 സ്ഥാനം മൊത്തം ഉത്തരത്തിൽ വരണം. ഒന്ന് കൊടുത്തു നോക്കിയേ. 85 × 63 5 3 15, ബാക്കി 1 8 3 24 25, ബാക്കി 5 6 30, ബാക്കി 3 8 6 48 51 എന്ന് വരും. 5 5 3 5 5355 ആണ് ഉത്തരം. 2 പോയിന്റ് കൊടുക്കണം. 53.55 ഓപ്ഷൻ ബി. 53.55 ആണ് ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. 53.55 കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നു. 1-2 എക്സാമ്പിളും കൂടെ നോക്കാം. 1.1 × 1.11 വില കാണുക. അതായത് 111 11 കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടുന്ന ഉത്തരത്തിൽ എത്ര സ്ഥാനം കൊടുക്കണം? 3 സ്ഥാനം കൊടുക്കേണ്ടി വരും. നോക്കിക്കേ, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 എണ്ണം. 3 സ്ഥാനം കൊടുക്കുന്ന രീതിയിൽ ഇതിൻ്റെ ഉത്തരം വരുള്ളൂ. അപ്പോൾ മിക്കവാറും ഉത്തരം ഇതേ വരുള്ളൂ, കാരണം 3 സ്ഥാനമുള്ള വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ നമുക്കതൊന്ന് വെരിഫൈ ചെയ്യപ്പോഴും, കാരണം 0ൻ്റെ ഒരു കേസ് ഉള്ളതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ച് ഉത്തരം എഴുതണം. അതുകൊണ്ട് 111 ഞാൻ 11 കൊണ്ട് ഗുണിച്ചു നോക്കി. അപ്പോൾ 111 11 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇങ്ങനെ വരും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1 2 2 1221 ആണ് ഉത്തരം. എന്താണ്? സംഖ്യകൾ ഗുണിക്കുന്ന പോലെ ഗുണിച്ചു 1221 കിട്ടി. എത്ര സ്ഥാനം ഉണ്ടോ അത് വലത് നിന്ന് ഇടത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1221 3 സ്ഥാനം ഇട്ട് കൊടുത്താൽ 1.221. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ മിക്കവാറും ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കിയിട്ട് തന്നെ ഉത്തരം പിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളത് വെരിഫൈ ചെയ്യുക, കാരണം 0യുടെ ഒരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് വെരിഫൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. തെറ്റാൻ ചാൻസ് ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കാണിച്ചുതരാം. അപ്പോൾ ഇതൊരു ഡിഗ്രി ലെവലിൽ ചോദിച്ചതാണ്. എനിവേ, നമ്മുടെ ദശാംശത്തിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള മിസ്റ്റേക്ക് ഞാൻ ആദ്യം പറയാം. കാരണം നമ്മളെപ്പോഴും ഓപ്ഷനിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് അവിടെ എവിടെയാണ് അവർ കെണി വെച്ചിട്ടുള്ളതെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉള്ളൊരു പ്രശ്നം, ഒന്ന് ഇവിടെ 2 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ? ഉത്തരത്തിൽ 6 സ്ഥാനം ഉണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് 6 സ്ഥാനം ഇവിടെ ഇല്ല, 5 സ്ഥാനമുണ്ട്. നമ്മൾ ഇതാവാനേ ചാൻസ് ഉള്ളൂ. ഇതിന് താഴോട്ട് എന്തായാലും വരില്ല എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ വരും. പക്ഷെ അങ്ങനെ നോക്കാൻ പറ്റൂല ഇവിടെ. കാരണം ഇവിടെ ഒരു 50ഉം ഇവിടെ ഒരു 500 ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ച് സ്ഥാനങ്ങൾ മിസ്സാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മര്യാദക്ക് ഗുണിക്കുക.
ഓക്കെ, ഈ നമ്പേഴ്സ് മര്യാദക്ക് ഗുണിക്കുക, പോയിന്റ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഗുണിക്കുക. അപ്പോൾ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു അടുത്തത് 50 ഇൻറ്റു 500. അപ്പോൾ പൂജ്യങ്ങൾ അവസാനം ഇട്ട് കൊടുക്കാം. 5 മൊത്തം ഗുണിക്കുക. 5 ഇൻറ്റു 5 25, 125, പിന്നെയും ഗുണിച്ചു 625, പിന്നെയും ഗുണിച്ചു 3125 ഉത്തരം. ഇനി 50 ഒരു പൂജ്യമുണ്ട്, 500 2 പൂജ്യമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. ഈ ഉത്തരത്തിൽ നിങ്ങൾ എത്ര സ്ഥാനം കൊടുക്കണം ആലോചിച്ച് നോക്കിക്കേ. അവിടെ 1, ഇവിടെ 2, അവിടെ 3, 1 2 3 6 സ്ഥാനങ്ങൾ വലത്ത് നിന്ന് ഇടത്തോട്ട് എണ്ണീട്ട് കൊടുക്കണം. 6 സ്ഥാനങ്ങൾ വലത്ത് നിന്ന് ഇടത്തോട്ട് എണ്ണീട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ എത്ര വരും? 1 2 3 4 5 6. നമ്മുടെ പോയിന്റ് ഇത് എവിടെ വരിക? അപ്പൊ അവിടെ പോയിന്റ് വരുമ്പോ ഈ അവസാനമുള്ള സീറോകൾക്ക് വിലയുണ്ടോ? ഇതിനെങ്ങനെ എഴുതാം? ഇതിന് 3.125 എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. ഓപ്ഷൻ ഡി ആണ് ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എന്ത് പറഞ്ഞത്, എപ്പോഴും പോയിന്റ് നോക്കി ഉത്തരം എഴുതരുത് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇങ്ങനത്തെ സീറോയുടെ കേസ് വരുമ്പോൾ നമ്മൾ വിചാരിച്ച പോയിന്റിന് എണ്ണാവില്ല. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 6 ഉണ്ടെന്ന് തോന്നും, പക്ഷെ 6 ഉണ്ടായിരുന്ന ഉത്തരത്തിലില്ല, 3 ഉള്ളൂ, ബാക്കിയൊക്കെ സീറോസ് ആയിരുന്നു. അപ്പം അതവിടെ എഴുതണം എന്നില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും അത് എണ്ണി സെറ്റാവില്ല. റൂള് മറക്കരുത്. പോയിന്റ് ഇല്ലാതെ ഗുണിക്കുക. ആകെ എത്ര പോയിന്റ് ഉണ്ടോ, ആകെ എത്ര സ്ഥാനമുണ്ടോ അത് വലത്തേ അറ്റത്ത് നിന്ന് എണ്ണിയിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം എന്തായി? ഇപ്പം നമ്മൾ മൾട്ടിപ്ലിക്കേഷനും പഠിച്ചു കഴിഞ്ഞു. കൂട്ടാൻ പഠിച്ചു, ഒരേ രീതിയിൽ ഇറക്കി എഴുതുക. സാധാരണ സംഖ്യകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന പോലെ ചെയ്യാം. ഗുണിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, പോയിന്റ് ഇല്ല സംഖ്യകളാണെന്ന് വിചാരിക്കുക, പോയിന്റ് അങ്ങ് മായ്ച്ച് കളയാം. അപ്പോൾ എത്രയാണോ നമ്പർ കിട്ടുന്നത് ആ നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക. ആ ഉത്തരത്തിൽ ആകെ എത്ര സ്ഥാനങ്ങളുണ്ടോ ആ സ്ഥാനങ്ങൾ ഇട്ട് കൊടുക്കുക. ക്ലിയർ ആണ്? ഇനിയാണ് നമ്മൾ ഇതിലെ ഏറ്റവും ട്രിക്കിയസ്റ്റ് ആയിട്ടുള്ള ഭാഗം, ദശാംശത്തിലെ ഡിവിഷൻ, ദശാംശത്തിൻ്റെ ഹരണത്തിലേക്ക് പോകുന്നത് ഇനിയാണ്. അപ്പോൾ ദശാംശത്തിൻ്റെ ഹരണം നമുക്ക് മെയിൻസ് ലെവലിലും എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്. പ്രിലിംസിൽ മാത്രമല്ല, മെയിൻസ് ലെവലിലും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ദശാംശം ഡിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു നല്ല ഷോർട്ട് കട്ടും നമ്മൾ പഠിക്കും. അപ്പോൾ ആദ്യം 10 കൊണ്ട് 100, 1000 കൊണ്ടൊക്കെയുള്ള ഹരണം അത് എളുപ്പമാണ്. അതിനെന്ത് ചെയ്താൽ മതി? സംഖ്യകളുടെ എണ്ണത്തിന് തുല്യമായ, പൂജ്യങ്ങളുടെ എണ്ണത്തിന് തുല്യമായ ദശാംശ ബിന്ദു ഇടത്തോട്ട് മാറ്റാം. അതായത് ഇപ്പോൾ ഇവിടെ 45.6നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡിവിഷൻ താഴെയാണ് 10. ഇപ്പോൾ ഒരു പോയിന്റും കൂടെ, ഇവിടെ എത്ര പൂജ്യമുണ്ട്? ഒരു പൂജ്യമുണ്ട്. അപ്പോൾ പോയിന്റ് ഇവിടെ ഉള്ള പോയിന്റ് ഇവിടെ എത്തും. ഇനി 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ സംഭവിക്കുക? 2 പോയിന്റ് നീങ്ങണം. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ പോയിന്റ് ഉള്ളത്, 2 എണ്ണം നീങ്ങുമ്പോൾ ഇവിടെ എത്തും. അപ്പം അങ്ങനെ 10 കൊണ്ടും 100 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നത് എളുപ്പമാണ്. 10 കൊണ്ടും 100 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നത് എളുപ്പമാണ്. ഇനി മേലെയും താഴെയും ദശാംശ സംഖ്യ ആണെങ്കിൽ ദശാംശം മാറ്റാൻ തതുല്യമായ 10 100 കൊണ്ട് മുകളിലും താഴെയും ഗുണിച്ചിട്ട്, ഇത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു നോർമൽ മെത്തേഡായിരിക്കും അല്ലേ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈക്വൽ ആക്കാൻ വേണ്ടി മേലെയും താഴെയൊക്കെ ഗുണിക്കും. എന്നാൽ ഇതിൻ്റെ, ഈ സാധനത്തിൻ്റെ കുറച്ചും കൂടെ ഒന്ന് എളുപ്പമായിട്ടുള്ളൊരു ഷോർട്ട് കട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് വലിയ ആവശ്യം വരില്ല. ഇത് ആവശ്യം വന്നാൽ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പോയിന്റ് ലെഫ്റ്റ് മാറ്റുക, 100 കൊണ്ടാണ് 2 പോയിന്റ്, 1000 കൊണ്ടാണ് 3 പോയിന്റ് ലെഫ്റ്റിലേക്ക് നീക്കുക. ഈ ഡിവിഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് പകരം, ഇതിൻ്റെ ഡയറക്റ്റ് മെത്തേഡിന് പകരം ഈ മെത്തേഡ് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ഏറ്റവും ഷോർട്ട് കട്ട് ആയിട്ടുള്ളൊരു എളുപ്പ വഴിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിന്ന് തുടങ്ങാം. 10th പ്രിലിംസ് 2025 വന്ന ചോദ്യമാണ്. 3.6 ഇൻറ്റു 0.12 ഡിവൈഡ് ചെയ്യണം ഈസ് ഈക്വൽ ടു എക്സ് ആണ് എങ്കിൽ എക്സിൻ്റെ വില എത്രയാണ്? ഓക്കെ, അപ്പോൾ ഡിവിഷൻ്റെ ഐഡിയാസ് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്പർ ഇവിടെ എഴുതി, 3.6 ഡിവൈഡഡ് ബൈ 0.12. അപ്പോൾ ഡിവിഷൻ, ദശാംശ സംഖ്യകളുടെ ഡിവിഷനിൽ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട പോയിന്റ്, ഇതിൻ്റെ ന്യൂമറേറ്റർ പാർട്ടിൽ എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട്? എത്ര സ്ഥാനങ്ങളുണ്ട്? മേലെ 3.6 എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനമേ ആ സ്ഥാനം ബ്രാക്കറ്റിൽ എഴുതാം. ഇനി താഴെ 0.12 എന്ന് പറയുമ്പോൾ എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനമുണ്ട്, അതും ബ്രാക്കറ്റിൽ എഴുതാം. ഇനിയാണ് കളി നടക്കാൻ പോകുന്നത്. എവിടെയാണോ സ്ഥാനങ്ങൾ കുറവ്, മേലെയാണോ താഴെയാണോ സ്ഥാനങ്ങൾ കുറവ്, അവിടെയാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ വരിക. എവിടെയാണോ കുറവ് അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ വര വരച്ച് വെക്കുക. ഒരു കാര്യം ഉറപ്പിക്കുക, ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, കാരണം ഇവിടെ ഒരു സ്ഥാനവും ഇവിടെ 2 സ്ഥാനവുമാണ്. ഇവിടെ എൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരിക മേലെയാണ്, കുറവുള്ള സ്ഥലത്താണ്. അപ്പോൾ എത്ര കൊണ്ട് ഗുണിക്കും?
എത്ര സ്ഥാനത്തിന്റെ കുറവുണ്ട് നോക്കാം. മേലെ 1, താഴെ 2. എത്ര എണ്ണത്തിന്റെ കുറവ് മേലെ ഉണ്ട്? ഒരെണ്ണത്തിന്റെ കുറവേ ഉള്ളൂ. ഒന്നിൽ 1 ഉണ്ട്, ഒന്നിൽ 2 ഉണ്ട്. ഒരെണ്ണത്തിന്റെ കുറവാ. ഒരെണ്ണത്തിന്റെ കുറവാണെങ്കിൽ 10 കൊണ്ട് ഗുണിക്കുക. 2 എണ്ണത്തിന്റെ കുറവാണെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക. 3 എണ്ണത്തിന്റെ കുറവാണെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കുക. 4 എണ്ണത്തിന്റെ കുറവാണെങ്കിൽ 10000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഗുണിക്കേണ്ടത് എത്ര പോയിന്റ് കുറവുണ്ടോ അത്രയും 0 വരും. അപ്പോൾ ഇവിടെ ഒരു 10 കൊണ്ട് ഗുണിക്കുക. ഇനി ആ നമ്പർ പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ച് സംഖ്യയായിട്ട് അങ്ങ് എഴുതിയാൽ മതി. ആദ്യം ഈ ഗുണനം എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് കണ്ടെത്തുക. എത്ര പൂജ്യമുള്ള ഗുണനാണ് നോക്കുക. പിന്നെ നമ്പറിനെ നേരെ എടുത്ത് എഴുതിയാൽ മതി. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. വളരെ ഈസി സ്റ്റെപ്പാണ്. അപ്പോൾ 36/12 എന്ന് എഴുതാം. ഒരു മേലെ ഒരു 10 വരും. 36/12 മേലൊരു 10 വരും. അപ്പോൾ 36നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് വരും. 3 × 10 ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരം 30 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് 3.6നെ 0.12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് നമ്പർ പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ച് എഴുതി 36/12 എന്ന് എഴുതി. ഇനി എവിടെയാണ് സ്ഥാനം കുറവ് നോക്കുക. സ്ഥാനങ്ങളുടെ എണ്ണം എവിടെയാണ് കുറവ് നോക്കുക. മേലെയാണ് കുറവ്, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ മേലെയാണ്. ഇനിയിപ്പോൾ താഴെയാണ് കുറവെങ്കിൽ താഴെ ആയിരിക്കും. എവിടെയാണോ കുറവ് അവിടെയാണ് ഗുണിക്കുക കേട്ടോ. കുറവുള്ള സ്ഥലത്ത് ഗുണിക്കുക. എന്തുകൊണ്ട് ഗുണിക്കുക എന്ന് ചോദിച്ചാൽ എത്ര കുറവുണ്ട് നോക്കുക. 1 പോയിന്റ് കുറവാണ് 10, 2 പോയിന്റ് കുറവാണ് 100, 3 പോയിന്റ് കുറവാണ് 4, 1000, അങ്ങനെ പോകുന്നു. അപ്പം ഇത് മേലെയും താഴെയും ഗുണിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കുറച്ചും കൂടെ ലഘൂകരിച്ച ഒരു എളുപ്പമുള്ള സാധനമാണ്. ഓർക്കാൻ എളുപ്പമാണ്. കുറവുള്ള സ്ഥലത്ത് കൊടുക്കുക. എത്ര കൊടുക്കണം? എത്ര കുറവുണ്ടോ അത്രയും കൊടുക്കുക. 1 കുറവാണ് 10, 2 കുറവാണ് 100, 3 കുറവാണ് 1000, 4 കുറവാണ് 10000. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. കൂടുതൽ ചോദ്യങ്ങൾ അടുത്ത ചോദ്യം നോക്കാം. 2.02 ഡിവൈഡഡ് ബൈ 202 ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ എവിടെയാണ് കുറവ് അവിടെ കൊടുക്കണം. അപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ സ്ഥാനങ്ങളില്ല. 202 പോയിന്റ് ഇല്ല. അപ്പോൾ 0 ആണ്. അപ്പോൾ എവിടെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരിക? ഈ ക്വസ്റ്റ്യൻ്റെ മൾട്ടിപ്ലിക്കേഷൻ താഴെയാണ്. എത്ര കൊണ്ട് ഗുണിക്കും? 2 എണ്ണത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ 100 കൊണ്ട് താഴെ വരും. താഴെ ഒരു × 100 വരും. മേലെ വരാനില്ല, കാരണം മേലെ സ്ഥാനമുണ്ട്. സ്ഥാനം ഇല്ലാത്തവർക്ക് സ്ഥാനം നമ്മൾ ഗുണിക്കുന്നത്. അപ്പോൾ ഇവിടെ 202 നമ്പറിന് 202 തന്നെ എഴുതാം. ഇത് രണ്ടും വെട്ടി 1 എന്നായി. 1/100 അതിൻ്റെ ദശാംശം എന്താ? 1/100ൻ്റെ ദശാംശം 1.01. അപ്പോൾ 1.01നെ വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. അത് രണ്ടും തുല്യമാണ്. ഇങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല എന്നാണ് അവിടെ പറയുന്നത്. കാരണം നമ്പറിന് ശേഷം ദശാംശത്തിൽ ഒരു സംഖ്യയ്ക്ക് ശേഷം എത്ര പൂജ്യം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ദശാംശ സംഖ്യ മാറുന്നില്ല. അപ്പോൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ഇവിടെ കുറവ് മേലെ ആയിരുന്നു. അപ്പോൾ മേലെ ഗുണിച്ചു. ഇവിടെ 1 ഇവിടെ 2 ആയിരുന്നു. അപ്പോൾ മേലെ. ഇവിടെ 1 ഇവിടെ 2, അപ്പോൾ മേലെ ഗുണിച്ചു. ഇവിടെ മേലെ 2 താഴെ 0, അപ്പോൾ താഴെ ഗുണിക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇനി നിങ്ങൾക്ക് വരുന്ന സംശയം, രണ്ടും ഈക്വൽ ആണെങ്കിലോ? രണ്ടും ഈക്വൽ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഗുണിക്കുകയും വേണ്ട, ഒന്നും ചെയ്യേണ്ട. നമ്പർ നേരെ എടുത്ത് എഴുതിയാൽ മതി. ഈക്വൽ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. എക്സാമ്പിൾ നോക്കാം. ഫയർ വുമൻ 2025 ക്വസ്റ്റ്യൻ നോക്കാം. 5.4 × 0.24 × 3.5 ഡിവൈഡഡ് ബൈ 0.14 × 0.4 × 1.8. അപ്പോൾ കാണുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ പോലെയൊക്കെ തോന്നും അല്ലേ? എന്തൊക്കെയോ കുറേ ചെയ്യാനൊക്കെ ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഇല്ല, വളരെ എളുപ്പമാണ്. കാരണം മേലെ ഗുണനമാണ്, താഴെയും ഗുണനമാണ്. നേരത്തെ പോലെ തന്നെ ഗുണനം എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റ് എല്ലാം കൂടെ കൂട്ടി എത്ര പോയിന്റ് സ്ഥാനങ്ങൾ എത്ര ഉണ്ട് നോക്കുക. അപ്പോൾ 1, 2, 3, 4 എത്രണ്ണായി? ഇവിടെ എത്രണ്ണായി? ഇവിടെ 4 എണ്ണം. ഇവിടെ 4 സ്ഥാനങ്ങൾ വന്നു. ഇനി ഇവിടെ നോക്കുമ്പോഴോ ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 1, 4 എണ്ണം. മേലെയും താഴെയും സെയിം ആണ്. നമ്മൾ ഇതുവരെ ചെയ്ത ചോദ്യത്തിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ സെയിം ആണ്. പിന്നെ ഗുണിക്കേ വേണ്ട, ഒന്നും ചെയ്യണ്ട. എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് നമ്പർ എടുത്ത് എഴുതുക. പോയിന്റ് ഇല്ലാതെ നമ്പർ എടുത്ത് എഴുതിയാൽ പരിപാടി കഴിഞ്ഞു. നോക്കിക്കേ, 54 × 24 × 35 ഡിവൈഡഡ് ബൈ 14 × 4 × 18 എന്ന് വരും. അതങ്ങ് എടുത്ത് എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം ഇനി കോമൺ ആയിട്ട് നമ്പേഴ്സ് വെട്ടാം. എന്തൊക്കെ വെട്ടാം? 24നെ 4 കൊണ്ട് വെട്ടി 6, 35-ൽ 7 പോയി 5 തവണ, 14-ൽ 7 പോയി 2 തവണ. 54നെ 2 കൊണ്ട് വെട്ടാം 27,
27 9 വെട്ടി 3 തവണ, 18 9 വെട്ടി 2 തവണ, 6 2 പോയി 3 തവണ. പിന്നെ ബാക്കിയുള്ളത് 3 × 3 × 5, താഴെ 1 × 1 × 1, താഴെ എല്ലാം ക്യാൻസൽ ആയി എന്ന് പറഞ്ഞാൽ 1 ഉണ്ട്. അപ്പോൾ 45 ആയിരിക്കും ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി 45 വിൽ ബി ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. സ്ഥാനങ്ങൾ സെയിം ആണെങ്കിൽ, സ്ഥാനങ്ങളുടെ എണ്ണം സെയിം ആണെങ്കിൽ വളരെ എളുപ്പമാണ്. പോയിന്റ് ഇല്ല എന്നങ്ങ് വിചാരിച്ച് ഗുണിച്ച് ഡിവൈഡ് ചെയ്താൽ മതി. സ്ഥാനങ്ങളുടെ എണ്ണം വ്യത്യസ്തമാണെങ്കിൽ എന്ത് ചെയ്യാം? സ്ഥാനങ്ങളുടെ എണ്ണം വ്യത്യസ്തമാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ എവിടെയാണ് കുറവുള്ളത് അവിടെ ഗുണിച്ചിട്ട് ചെയ്യേണ്ടി വരും. എവിടെയാണ് കുറവ് നോക്കുക, അവിടെ ആയിരിക്കും നമ്മുടെ ഗുണനം വരേണ്ടത്. വരിക. കൂടുതൽ എക്സാമ്പിൾസിലേക്ക് പോവാം. 1 by 1 ആയിട്ട് കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാം. ഡിവിഷൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. അടുത്ത ചോദ്യം 0.12 × 0.4, 0.6, 0.3, 0.2, 0.4. ഇപ്പം മേലെ നോക്കുമ്പോൾ എത്ര ഉണ്ട്? മേലെ 4 എണ്ണം ഉണ്ട്. അതൊരു പ്രശ്നമാണ്. കാരണം താഴെ 3 എണ്ണേ ഉള്ളൂ. താഴെ 3 സ്ഥാനങ്ങളേ ഉള്ളൂ. താഴെ 3 മേലെ 4. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരിക. എപ്പോഴും ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതി പ്രാക്ടീസ് ചെയ്യട്ടെ. ഇവിടെ 4, ഇവിടെ 3. അപ്പോൾ എൻ്റെ മൾട്ടിപ്ലിക്കേഷൻ താഴെയാണ്. താഴെ ഒരു 10 വരും. താഴെ കുറവുണ്ട്, അപ്പോൾ താഴെ ഗുണിക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്പറായിട്ട് എഴുതുക. 12 × 4 × 6, ഇവിടെ 3 × 2 × 4. ഇതിൽ വെട്ടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. 4 4 വെട്ടും, 6ഉം 3ഉം 2 ഒക്കെ വെട്ടിപ്പോയി. 12/10 ആയി. 12/10 എന്ന് പറയുമ്പോൾ ഉത്തരം 1.2. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോൾ എവിടെയാണോ കുറവ് അവിടെ ഗുണിക്കുക. എവിടെയാണോ സ്ഥാനം കുറവ് അവിടെ ഗുണിക്കുക. എവിടെയും സ്ഥാനം കുറവില്ല, രണ്ടും ഈക്വൽ ആണ്. ഗുണിക്കുകയും വേണ്ട, നേരെ എടുത്ത് എഴുതിയാൽ മതി. ഡിവിഷൻ ക്ലിയർ ആവുന്നുണ്ടല്ലോ. അടുത്തൊരു എക്സാമ്പിൾ 0.36 × 625 ഡിവൈഡഡ് 6.25 ഡിവൈഡഡ് ബൈ 0.5 × 0.5 × 0.006. അപ്പോൾ നോക്കാം. സ്ഥാനങ്ങൾ മേലെ 4 എണ്ണം, താഴെയും 4 എണ്ണം. എന്ത് ചെയ്യാം? നേരെ ഡിവൈഡ് ചെയ്താൽ മതി. സ്ഥാനങ്ങൾ ഇല്ല എന്നങ്ങ് വിചാരിക്കുക. 36 × 625 ഡിവൈഡഡ് ബൈ 5 × 5 × 6. 5 × 5 × 6 ഒന്നുമില്ല, കാരണം സെയിം ആണെങ്കിൽ നേരെ നമ്പർ എടുത്ത് എഴുതിയാൽ മതി. 36 6 വെട്ടി 6 പോവും. 625 5 വെട്ടും 125 വരും. 125 5 വെട്ടും 25 വരും. 6 × 25 150. ഓപ്ഷൻ സി 150 ആയിരിക്കും ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ആ ഒരു ഡിവിഷൻ ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഉത്തരം 150 എന്ന് വരും. അപ്പോൾ എവിടെയാണ് സ്ഥാനങ്ങൾ കുറവ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. കുറവുള്ള സ്ഥലത്താണ് ഗുണിക്കുക. 1 കുറവാണ് 10 കൊണ്ട്, 2 കുറവാണ് 100 കൊണ്ട്, 3 കുറവാണെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കേണ്ടി വരും. ഒരു എക്സാമ്പിളും കൂടെ 1.7 × 0.0028 0.68 × 0.14. അപ്പോൾ ഇവിടെ നല്ല ശ്രദ്ധിച്ച് എഴുതണം, നോക്കണം. അതായത് നല്ല സൂം ചെയ്തിട്ട് തന്നെ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെയും 3 എണ്ണം ഉണ്ട്. ഇവിടെ 1, ഇവിടെ 4, 5 ഉള്ളൂ. മേലെ 5 ആണ്, താഴെ 6. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എവിടെയാണ്? ഈ ക്വസ്റ്റ്യനിൽ എൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മേലെയാണ്. എവിടെയാണോ കുറവ് അവിടെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മേലെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. 17 × 28 × 10 താഴെ 68 × 14 എന്നും വരും. മേലെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? മേലെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് വെട്ടി ചെറുതാക്കാം. 28നെ 14 കൊണ്ട് വെട്ടി 2 തവണ പോയി. 2ഉം 68ഉം വെട്ടി 34. 17 ഒരു തവണ, 34 2 തവണ. അപ്പം 10/2 എന്നായി. 10/2 എത്രയാ? 5. ബാക്കിയെല്ലാം ക്യാൻസലായി. നമ്മുടെ ആൻസർ 5 എന്ന് കിട്ടും. 5 എന്നുള്ള നമ്പർ കിട്ടും. അപ്പം എപ്പോഴും ആലോചിക്കുക, സ്ഥാനങ്ങളുടെ എണ്ണം ഡിവിഷനിലാണ്. സ്ഥാനങ്ങളുടെ എണ്ണം എവിടെയാണോ കുറവ് അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം.
സ്ഥാനങ്ങളുടെ എണ്ണം എവിടെയാണോ കുറവ് അവിടെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഡിവിഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യം ഇതാണ്. ഇനി ഡിവിഷൻ ചിലപ്പം ഇങ്ങനെയുള്ള അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാറുണ്ട്. 315 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു ദണ്ടിൽ നിന്ന് എത്ര 12.6 സെൻറ്റിമീറ്റർ നീളമുള്ള കഷ്ണങ്ങൾ, വലിയൊരു വടിയാണ് 315, അപ്പോൾ അതിൽ നിന്ന് 12.6ൻ്റെ എത്ര വടികൾ മുറിച്ചെടുക്കാം എന്ന് വെച്ചാൽ 315 ഡിവൈഡഡ് ബൈ 12.6 ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് എവിടെയാണ് പോയിന്റ് കുറവ്, മേലെ പോയിന്റ് ഒന്നുമില്ല, അപ്പോൾ മേലെ ഒരു 10 കൊണ്ട് ഗുണിക്കുക, 1ൻ്റെ കുറവാണ്, താഴെ 126 എന്നും എഴുതാം. ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇതിനെ 2 കൊണ്ട് വെട്ടി 5 ആയി, ഇതിനെ 2 കൊണ്ട് വെട്ടി 63 ആയി. ഇനി 315 എത്ര 63 പോവും, 5 തവണ പോവും. 5 × 5 25 ഉത്തരം കിട്ടി. ഈസി ആയിട്ട് ചെയ്യാം, ഓപ്ഷൻ സി. അപ്പോൾ ഇങ്ങനെ അപ്ലിക്കേഷൻ ലെവൽ ഡിവിഷൻ വരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ദശാംശത്തിൻ്റെ ഭാഗത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദശാംശത്തിൻ്റെ ഡിവിഷൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. നോക്കിക്കേ, ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 3.25 ചതുരശ്ര മീറ്ററാണ്. ചതുരത്തിൻ്റെ നീളം 2.5 മീറ്റർ ആയാൽ വീതി എത്ര? അപ്പോൾ നോക്കി, ഇതിപ്പോൾ ലാസ്റ്റ് നടന്ന ഒരു LGS മെയിൻസ് അറ്റൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള LGS മെയിൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നിയത് 2Dയിലെ ക്വസ്റ്റ്യൻ അല്ലേ, ചതുരത്തിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ എന്ന് തോന്നും. ചതുരത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ ലോജിക്ക് ഡെസിമലാണ്. ഡെസിമലിൻ്റെ ഡിവിഷൻ അറിയുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതാണ്. നമുക്ക് 7ാം ക്ലാസ്സിന് താഴെ തന്നെ ചതുരത്തിൻ്റെയൊക്കെ ബേസിക് പ്രോപ്പർട്ടി അവിടെ പഠിക്കുന്നുണ്ട് SCRTയിൽ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ആക്ച്വലി ദശാംശ സംഖ്യയുടെ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ്, നീളം ഇൻറ്റു വീതിയാണ് എന്ത്, ഒരു ചതുരത്തിൻ്റെ പരപ്പളവ്. നീളം ഇൻറ്റു വീതി ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ചതുരത്തിൻ്റെ പരപ്പളവ്. അപ്പം നീളം നീളം 2.5, വീതി തന്നിട്ടില്ല. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്നത് 3.25 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ വീതി കാണാൻ പറഞ്ഞാൽ ഇയാൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുക. 3.25 ഡിവൈഡഡ് ബൈ 2.5. ഓക്കെ, വീതി ബൈ നീളം. അപ്പം എന്താ, ഇതൊന്ന് വെട്ടി എവിടെ കുറവ് നോക്കുക. എവിടെ കുറവ് 325, എവിടെ കുറവ്, താഴെ കുറവാ 25 × 10. താഴെ കുറവായതുകൊണ്ട് താഴെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ 325 എത്ര 25 ഉണ്ടെന്ന് ചോദിച്ചാൽ 13 തവണ ഉണ്ട്. ഇപ്പോൾ 13/10 എന്ന് വരും. 13/10 മാറ്റി എഴുതുമ്പോൾ 1.3 മീറ്റർ. അപ്പം ഇങ്ങനെ ചതുരത്തിൻ്റെ നീളം ഇൻറ്റു വീതി എന്നുള്ള ലോജിക്കിലൊക്കെ ദശാംശ സംഖ്യകൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ LGS ലെവലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. നീളം ഇൻറ്റു വീതിയാണ് ചതുരത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ പരപ്പളവും നീളവും തന്നിട്ട് വീതി ഒഴിച്ചു. അപ്പോൾ പരപ്പളവിനെ വീതി കൊണ്ട് നീളം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വീതി കിട്ടും. 3.25 ഡിവൈഡഡ് ബൈ 2.5 ചെയ്യുക. 1.3 മീറ്റർ ആയിരിക്കും നമുക്ക് ഇതിൽ ഉത്തരമായിട്ട് കിട്ടുന്നത്. ദശാംശ സംഖ്യകളിൽ നിന്നുള്ള അടുത്തൊരു ചോദ്യം നോക്കാം. അപ്പം ഇതും ജോമെട്രിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 12.9 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? അപ്പം ഇതും നമുക്കൊരു 10th ലെവൽ പ്രിലിംസിൽ വന്ന ചോദ്യമാണ്. സമഭുജ ത്രികോണം എന്താണ്? സമഭുജം, എല്ലാ വശങ്ങളും തുല്യമായ ഒരു ത്രികോണമാണ്. അപ്പോൾ 3 വശങ്ങളും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് 12.9. നമുക്ക് വേണ്ടത് ഒരു വശമാണ്. അപ്പോൾ ഒരു വശം കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ തുകയെ ഇവിടെ എത്രയാണോ തുക ഉള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ദശാംശ സംഖ്യയെ ഡിവൈഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 12.9 ഹരിക്കണം 3, ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? സ്ഥാനങ്ങൾ എവിടെയാണ് കുറവ്? മേലെ ഒരു സ്ഥാനം, താഴെ സ്ഥാനങ്ങളൊന്നുമില്ല. അപ്പോൾ താഴെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരും, 3 × 10 എന്ന് വരും. മേലെ ഉള്ളത് പോയിന്റ് ഇല്ലാത്ത രീതിയിൽ എഴുതാം, 129 എന്ന് എഴുതാം. അപ്പോൾ 129 എന്ത് ചെയ്താൽ മതി, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 129 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 3 4 തവണ ഇതിൽ 3. അപ്പോൾ 43/10 എന്നാവും. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4.3 സെൻറ്റിമീറ്റർ എന്നായിരിക്കും ഉത്തരം വരുന്നത്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ജോമെട്രിയും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ ചോദ്യത്തിൻ്റെ ലോജിക്ക് കിടക്കുന്നത് ഡെസിമൽ നമ്പേഴ്സിലാണ്. ഡെസിമൽ നമ്പേഴ്സ് ദശാംശ സംഖ്യകളുടെ ഡിവിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ദശാംശ സംഖ്യകളിലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗം കൂടെ നോക്കിയിട്ട് ദശാംശ സംഖ്യകൾ കംപ്ലീറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ആവർത്തന ദശാംശങ്ങൾ, ഇംഗ്ലീഷിൽ റിക്കറിംഗ് ഡെസിമൽസ് എന്ന് പറയും. അതായത്
കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു പോകുന്ന ദശാംശങ്ങളെയാണ് ആവർത്തിക്കുന്ന ദശാംശങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 എന്ന് പറഞ്ഞ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക, 3/9. അപ്പോൾ 3 എത്ര 9 ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം 3 9 ഇല്ല എന്ന് നമുക്കറിയാം, അപ്പോൾ 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ഒരു 0 ഇട്ട് എടുക്കും. 30 9 എത്ര തവണ 3 തവണ 27 വരും, വീണ്ടും 3 വരും, വീണ്ടും 0 ഇടും, 3 വരും, 27 വരും. അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അതായത് ഈ ഒരു ഡിവിഷൻ നിൽക്കുന്നില്ല. ഇതിൻ്റെ ഉത്തരം എത്രയെന്ന് വെച്ചാൽ 0.3333333 അങ്ങനെ പോവാണ്. അപ്പം അങ്ങനെയുള്ള ദശാംശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആവർത്തിക്കുന്ന ദശാംശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അവസാനം ഇങ്ങനെ കണ്ടില്ലേ, ഒരു 2-3 ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതായത് ഈ 3 കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ്. അപ്പം അങ്ങനെ ആവർത്തിക്കുന്ന ദശാംശങ്ങളെ എങ്ങനെ ഭിന്നസംഖ്യയാക്കാം എന്നുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ആവർത്തിക്കുന്ന ദശാംശത്തിനെ എങ്ങനെ ഭിന്നസംഖ്യയാക്കും എന്ന് ചോദിച്ചാൽ, ആവർത്തിക്കുന്ന അക്കങ്ങൾക്ക് പകരം എത്ര അക്കമുണ്ടോ അത്രയും 9 എന്ത് ചെയ്യുക, ഛേദത്തിൽ എഴുതുക. ഇപ്പോൾ 0.3333 ആണ്. അപ്പോൾ കുറേ 3 ഉണ്ട്, പക്ഷെ ഒക്കെ 3 തന്നെയല്ലേ. ആവർത്തിക്കുന്ന അക്കമായിട്ട് ആര് മാത്രമേ ഉള്ളൂ, ഒരു 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 3 മേലെ എഴുതുക, 9 താഴെ എഴുതുക, പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ 0.4444 എന്നാണെങ്കിൽ ഒരു 4, ആ ആവർത്തിക്കുന്ന അക്കം 4 മാത്രമേ ഉള്ളൂ. 4 മേലെ എഴുതുക, 9 താഴെ എഴുതുക. 4/9 ആയിരിക്കും അതിൻ്റെ ഭിന്നസംഖ്യ. അതിൻ്റെ ഒരു പ്രൂഫൊക്കെ വരുന്നുണ്ട് വലിയ രീതിയിലുള്ള, നമുക്കതൊന്നും PSC വല്ല ആവശ്യമില്ല. PSC നമുക്ക് ആവശ്യമുള്ള ഷോർട്ട് കട്ട് ഇത്രയേ ഉള്ളൂ. ആവർത്തിക്കുന്ന അക്കങ്ങൾക്ക് പകരം ഛേദത്തിൽ 9 എഴുതുക. അപ്പോൾ അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ, 0.4545. അപ്പോൾ ഇവിടെ 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 5 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 45 എന്ന് പറഞ്ഞ സംഖ്യ റിപ്പീറ്റ് അടിച്ചു പോവാണ്. അപ്പോൾ എത്ര അക്കം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 4 5 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 അക്കം. അപ്പോൾ എത്ര 9 താഴെ ഉണ്ടാവും, 2 9 താഴെ ഉണ്ടാവും. ഏതാണ് നമ്പർ, 45 അത് അവിടെ മേലെ എഴുതുക. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ മേലെ എഴുതുക, എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും 9 താഴെ എഴുതുക. അതാണ് ഇത് എഴുതാനുള്ള ഡയറക്റ്റ് വഴി. അപ്പോൾ ഇത് ഇങ്ങനെ ഡോട്ട് ഇട്ട് എഴുതാം. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ബാർ യൂസ് ചെയ്തിട്ടും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഈ നമ്പറിന് മേലെ ഇപ്പോൾ 0.3ൻ്റെ മേലെ ഒരു വര ഉണ്ടില്ലേ, അതിനർത്ഥം 3 റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇവിടെ 45-ന് മേലെ ഒരു വര ഉണ്ടില്ലേ, അപ്പോൾ അതിനർത്ഥം 45 റിപ്പീറ്റ് അടിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് ആദ്യം കൃത്യമായി മനസ്സിലാക്കുക, അതിൽ നിന്ന് നമുക്ക് ബാക്കി പറയാം. അപ്പോൾ മാറ്റുന്ന രൂപം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 0.6 ഡോട്ട് അത് എത്ര 6 എന്ന് എഴുതിയാലും 6 തന്നെയാണ്. ഞാനിവിടെ 3 6 എന്ന് എഴുതിയാലും 2 6 എന്ന് എഴുതിയാലും 1 6 എന്ന് എഴുതിയാലും ഒരേ അർത്ഥം തന്നെയാണ്. കാരണം അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് 6 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവർത്തിക്കുന്ന അക്കങ്ങൾക്ക് പകരം, ആവർത്തിക്കുന്ന അക്കം 1 ഉള്ളൂ, അതിന് പകരം ഒരു 9 ഛേദത്തിൽ എഴുതാം. 1 റിപ്പീറ്റ് ചെയ്യുന്നുള്ള അപ്പോൾ ഒരു 9, ഏതാണോ നമ്പർ അത് മേലെ എഴുതാം. ഇതാണ് ഉത്തരം. ഇനിയിപ്പോൾ ചിലരിത് തെറ്റിയിട്ട് ഇങ്ങനെ എഴുതി എന്ന് വിചാരിച്ചോ, 66/99. അതും ഇതും സെയിം ആണ്. നോക്കിക്കേ, 66/99 ഒന്ന് വെട്ടി ചെറുതാക്കുമ്പോൾ കിട്ടുന്നതാണിത്. മേലെയും താഴെ 11 കൊണ്ട് വെട്ടി 6/9 തന്നെ ആവും. പക്ഷെ അങ്ങനെ എഴുതാൻ നിൽക്കണ്ട. എപ്പോഴും എത്ര അക്കമാണ്, വ്യത്യസ്തമായ എത്ര അക്കം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ആ രീതിയിൽ ആലോചിക്കാം. വേറെ എക്സാമ്പിൾ നോക്കിയേ, 0.5 ഇതിന് മേലെ ഒരു വര ഇട്ടു. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന അക്കം ഒറ്റൊന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 9 താഴെ. ഏതാണ് അക്കം, 5, അത് മേലെ എഴുതാം. ഇനിയിപ്പോൾ 2 എണ്ണം ഉണ്ടെന്ന് വിചാരിച്ചോ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വിചാരിച്ചോ, 0.17 ... അപ്പോൾ എത്ര അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 അക്കം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. താഴെ എന്താ ഉണ്ടാവുക, താഴെ 99 ഉണ്ടാവും. മേലെ എന്താ ഉണ്ടാവുക, മേലെ ആ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ 17. വേറെ ഒന്ന് നോക്കിക്കേ, 0.3939 ... റിപ്പീറ്റ് ചെയ്യുന്നത് എത്ര പേരാണ്, 2 പേരാണ്. 2 9 താഴെ 39, അതുപോലെ മേലെ എഴുതി വെക്കുക. ഇനി 3 എണ്ണം റിപ്പീറ്റ് ചെയ്താലോ, 0.127 ... എന്താ ചെയ്യുക, 3 എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 9 താഴെ വരും. ഏത് നമ്പറാണ് മേലെ, 127 മേലെ. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പഠിക്കുക, അതങ്ങ് പഠിക്കുക, ആ മെത്തേഡ് അങ്ങ് പഠിക്കുക. അതാണ് ഇതിൽ ഏറ്റവും നല്ല ഐഡിയ. ഇത് പഠിച്ചാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. LGS-ലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് മാറ്റി എഴുതാൻ അറിയണം. അപ്പോൾ അത് ഇങ്ങനെ ഡോട്ടിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരു വര വരച്ചിട്ട് ബാറ് മേലെ വെച്ചിട്ട് എഴുതാറുണ്ട്. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ആവർത്തിക്കുന്ന ദശാംശ സംഖ്യ എന്ത് ചെയ്യണം, ഭിന്നസംഖ്യയാക്കി മാറ്റണം. ഡയറക്റ്റ് വന്ന ചോദ്യങ്ങൾ നോക്കാം. 0.232323 എന്ന സംഖ്യക്ക് തുല്യമായ ഭിന്നകം ഏത്, അതിൻ്റെ ഫ്രാക്ഷൻ എത്രയാണെന്ന് ചോദിച്ചു. ഈസിയാണ്, എന്താ ചെയ്യാനുള്ളൂ, 23 റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 അക്കം 2 9, ഏതാ നമ്പർ, 23 ആണ് മേലെ. ഒന്നുമില്ല, ഡയറക്റ്റ് ആ ഒരു മെത്തേഡ് അറിയുമെങ്കിൽ ഡയറക്റ്റ് ഒരു 2 സെക്കൻഡിൽ നിങ്ങൾക്ക് എടുത്തെഴുതാൻ പറ്റും.
അപ്പം എത്ര അക്കം ഉണ്ടോ അത്രയും 9 താഴെ, ഏതാണോ അക്കം അത് മേലെ എഴുതുക. ഒരേ അക്കങ്ങളാണെങ്കിൽ ഒരു 9 എഴുതിയാൽ മതി. അപ്പം 2 2 2 2 2 എന്ന് എഴുതിയാൽ ഒരൊറ്റ 9 എഴുതിയാൽ മതി, 2/9 എന്ന് എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ 2 3 2 ഉണ്ട് 3 ഉണ്ട്, അതുകൊണ്ട് 2 9. ഒന്നും കൂടെ നോക്കിക്കേ, 0.777 7 മാത്രമേ ഉള്ളൂ, അപ്പോൾ ഒരു 9 മതി, മേലെ 7 7/9, 2 സെക്കൻഡിൻ്റെ പരിപാടിയേ ഉള്ളൂ. വേറൊരു എക്സാമ്പിൾ, ഇനി അതിനെ കുറച്ചും കൂടെ ഒന്ന് വലുത് മോഡലിലേക്ക് പോയി. അതായത് അങ്ങനെയുള്ള ദശാംശമാണ്, പക്ഷെ അതിന് ഒരു റൂട്ടും കൂടെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. റൂട്ട് ഓഫ് 0.444. അപ്പോൾ ആദ്യം ആലോചിക്കാം, നമ്മൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു സാധനം 4 ഇവിടെ കാണും. അപ്പോൾ 4 എവിടേക്കാണ് പോവുക? 4ൻ്റെ റൂട്ട് 2 ആണല്ലോ, അതിലേക്ക് പോവും. അപ്പോൾ കുറേ പേര് പോയിട്ട് ഇത് എഴുതും. ഉത്തരം ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, നിങ്ങൾക്ക് നെഗറ്റീവ് അടിച്ചു. കാരണം ഇത് എന്തല്ല, അങ്ങനെ ഒരു ഡെസിമൽ അല്ല, ഇതൊരു പ്രത്യേക കാറ്റഗറിയിൽ പെട്ട ആവർത്തിക്കുന്ന ഡെസിമലാണ്. അപ്പം അതിനെന്തെങ്കിലും ഫങ്ഷൻ ചെയ്യുന്നതിന് മുന്നേ അതിനെ ഭിന്നസംഖ്യ ആക്കണം. അപ്പോൾ ആ സംഭവത്തിൻ്റെ ഭിന്നസംഖ്യ 4 ഒരു 9, 4/9 ആണ്. അപ്പോൾ ഈ 4/9ൻ്റെ റൂട്ട് എടുത്താൽ മേലെ 4ൻ്റെ റൂട്ട് 2, താഴെ 9ൻ്റെ റൂട്ട് 3, 2/3. അപ്പോൾ ഇനി 2/3 എന്ന് പറയുന്നതിന് ഈക്വൽ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് നോക്കേണ്ടത്. 2/3 ഈക്വൽ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ? അപ്പോൾ 2 വഴിയുണ്ട്. ഒന്നെങ്കിൽ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 20ൽ എത്ര 3 ഉണ്ട്? 0, 6 ആണ്, 18 വരും, വീണ്ടും 2 0. അപ്പോൾ അതങ്ങനെ പോവാണ്. 0.666 ആണ്, 0.666 ആണ് ഇതിൻ്റെ ഉത്തരം. അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് തിരിച്ചു നോക്കുക. ആദ്യത്തെ ഓപ്ഷൻ 6/9 ആണ്. അപ്പോൾ 6/9 ഒന്നും കൂടെ ചെറുതാക്കിയാൽ എന്താവും? 2/3 കിട്ടുന്നുണ്ട്. അപ്പം 2/3ക്ക് തുല്യമായ ഓപ്ഷൻ ഏതാ നോക്കിയാലും മതി. അങ്ങനെയും ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല, അങ്ങനെയും ചെയ്യാം. ഇത് 2/9 ആണ്, ഇത് 2/9 ആണ്. അപ്പം ആ രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പം എന്താ ചെയ്യേണ്ടത്? ആ നമ്പർ എന്താണോ അതിനെന്ത് ചെയ്യുക? അതിനെ നമ്മൾ എന്ത് ചെയ്യാം? അതിനെ നമ്മൾ എഴുതുക, മേലെ എഴുതുക. എന്നിട്ട് എത്ര 9 ഉണ്ടോ അത് താഴെ എഴുതിയാൽ ഉത്തരം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 0.6666. ഒരു എക്സാമ്പിളും കൂടെ, 0.3333യുടെ സ്ക്വയർ എത്രയാണെന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റ് കാര്യം 3ൻ്റെ സ്ക്വയർ 9 ആണ്. അപ്പോൾ 0.999 എന്ന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുമോ എന്ന് വെച്ചാൽ കിട്ടൂല, നെഗറ്റീവായി. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഡോട്ടുള്ള ഡെസിമലാ, പ്രത്യേക കാറ്റഗറിയിൽ പെട്ട ഒരു ഡെസിമലാ. അപ്പോൾ അതിനാദ്യം മാറ്റിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. 3/9 എന്ന് എഴുതാം, 3/9. അപ്പോൾ ഈ 3/9ൻ്റെ സ്ക്വയർ എത്രയാ? 3ൻ്റെ സ്ക്വയർ 9, 9ൻ്റെ സ്ക്വയർ 81. ഇതിനൊന്നും കൂടെ ചെറുതാക്കി എന്താ കിട്ടുക? മേലെയും താഴെ വെട്ടിയ 1/9. അപ്പോൾ ഇനി ഓപ്ഷനിൽ 1/9 തുല്യമായത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ എഴുതിയാൽ 9/9 നട്ട വരിക, 1 എന്ന് കിട്ടും. ഇത് 2/9 ആണ്, ഇതാണ് 1/9 വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത് 6/9 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം സി ആണ്. അതിനെ സ്ക്വയർ ചെയ്ത് എടുക്കുമ്പോൾ, അതായത് 3ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9 അല്ല വരിക, 3ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അവിടെ 1 വരുന്നത്, റിപ്പീറ്റിംഗ് ഡെസിമല്. അതുപോലെ നോക്കിക്കുക, ഇവിടെ 4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 2 അല്ല കിട്ടുന്നത്, 6 ആണ്. അപ്പം ഈ ഒരു ഡെസിമൽ വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോവും. പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോവും. PSC ചോദിച്ച ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം ആ ഭാഗത്തുനിന്ന്. അടുത്തത് റൂട്ട് ഓഫ് 0.111 ഇൻറ്റു റൂട്ട് ഓഫ് 0.4444. അപ്പോൾ രണ്ടിനെയും ഭിന്നസംഖ്യ ആക്കുക. റൂട്ട് മേലെ ഉണ്ട്. ആദ്യത്തേത് 1/9 ആണ്, രണ്ടാമത്തേത് 4/9 ആണ്. അപ്പോൾ 1/9 4/9 ഗുണിച്ചാൽ 4/81 എന്ന് വരും. ഇതിൻ്റെ റൂട്ടാണ് കാണേണ്ടത്. അപ്പോൾ 4ൻ്റെ റൂട്ട് എത്രയാ? 4ൻ്റെ റൂട്ട് 2, 81ൻ്റെ റൂട്ട് 9. അപ്പോൾ 2/9 എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ 2/9 തുല്യമായ ഓപ്ഷൻ ഏതാ? സി, 0.2222. അറിയാതെ ഇത് എഴുതരുതേ, കാരണം അതിന് റൂട്ട് എടുക്കണം. അത് എഴുതിയാൽ പോരാ, അതിന് മേലെ റൂട്ട് ഉണ്ട്, അപ്പോൾ ആ റൂട്ടും കൂടെ കാണണം. അപ്പോൾ ആവർത്തിക്കുന്ന ദശാംശ സംഖ്യ ചെയ്യാൻ നമ്മൾ എടുക്കേണ്ട മെത്തേഡ് ഇതാണ്. രണ്ടിനെയും കൺവേർട്ട് ചെയ്യുക. എത്ര എണ്ണം ഉണ്ട് അവരൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം നമ്മൾ വിചാരിച്ച സംഭവം കിട്ടൂല. കണ്ണു അടച്ച് ചെയ്യരുത്. അപ്പോൾ ഡോട്ടുള്ള ഡെസിമൽ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെ പ്രൊസീഡ് ചെയ്യുക എല്ലാവരും. ഒരു എക്സാമ്പിളും കൂടെ നോക്കിയിട്ട് നമുക്ക് ദശാംശ സംഖ്യകൾ അവസാനിപ്പിക്കാം. 0.3333 ഇൻറ്റു 0.6666 ലഘൂകരിക്കുക, വെട്ടിച്ചെറുതാക്കാനാണ്. അപ്പോൾ 0.333 പറഞ്ഞാൽ 3/9 ആണ്, ഓൾറെഡി പഠിച്ചു. ഇത് 6/9 ആണ്. അപ്പോൾ ഇതൊന്ന് വെട്ടിച്ചെറുതാക്കുമ്പോൾ നോക്കിക്കേ, 3ൽ 3 ഒരു തവണ, 3ലും 9ൽ 3 3 തവണ, ഇതിൽ 3 2 തവണ, ഇതിൽ 3 3 തവണ. അപ്പോൾ 1 × 2 2, 3 × 3
2/9 എന്ന് കിട്ടി. അപ്പോൾ 2/9 എന്ന് പറയുമ്പോൾ ഉത്തരം എന്താ നമുക്കറിയാം. 2/9 ഡെസിമൽ എന്താ 0.2222 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി 0.2222. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ ദശാംശ സംഖ്യകളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ദശാംശ സംഖ്യയുടെ സ്ഥാനവിലകൾ. ആ പോയിന്റിന് ശേഷമുള്ള കാര്യങ്ങൾ എന്താണ്? പോയിന്റിന് ശേഷം ഇങ്ങോട്ട് വരുന്ന ആദ്യത്തേത് 1/10, അടുത്തത് 1/100, അടുത്തത് വരുന്നതിൻ്റെ വില 1/1000, അങ്ങനെ കുറഞ്ഞു പോകും. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിനെ ഭിന്നസംഖ്യ ആക്കുന്നതാണ്, എളുപ്പമാണ്. പിന്നെ കൂട്ടുന്നത് കുറക്കുന്നത് ഒരേ വരിയിൽ എഴുതി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഗുണിക്കുമ്പോൾ പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ച് ഗുണിക്കുക, എന്നിട്ട് എത്ര സ്ഥാനമുണ്ടോ അത് വലത് നിന്ന് ഇടത്തോട്ട് ഇട്ട് കൊടുക്കാം. ഡിവിഷൻ ചെയ്യുമ്പോൾ ഷോർട്ട് കട്ടാണ് പഠിച്ചത്. എവിടെയാണോ കുറവ് സ്ഥാനം അവിടെ ഗുണിച്ചിട്ട് ബാക്കിയുള്ളത് പോയിന്റ് ഇല്ലാതെ എഴുതാമെന്ന് പഠിച്ചു. അവസാനമായിട്ട് നോക്കിയത് ആവർത്തിക്കുന്ന ദശാംശ സംഖ്യയാണ്. ആവർത്തിക്കുന്ന അക്കങ്ങൾക്ക് തുല്യമായ അത്രയും 9 താഴെ എഴുതുക, ആവർത്തിക്കുന്ന അക്കം മേലെയും എഴുതിയിട്ട് അതും കൺവേർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഡെസിമൽസിൽ എപ്പോഴും ചോദ്യം വരുന്ന ഏരിയാസ്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് മെൻ്റൽ എബിലിറ്റിയിലെ ഒരു ചെറിയ പോർഷനാണ്. ഇപ്പോൾ മെൻ്റൽ എബിലിറ്റിയിൽ നമുക്ക് മെയിൻസ് ലെവലായാലും പ്രിലിംസ് ലെവലായാലും എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് സ്ഥാനനിർണ്ണയം. രണ്ടിൻ്റെയും സിലബസിലുണ്ട്. എന്നാൽ ചെറിയൊരു പോർഷനാണ്, ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൽ 4 ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ 4 ടൈപ്പ് ചോദ്യങ്ങളിൽ നിന്നും 2-3 എക്സാമ്പിൾ വീതം ചെയ്തിട്ട് നമുക്കതും കൂടെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ സ്ഥാനനിർണ്ണയം എന്ന് പറഞ്ഞാൽ എന്താ? കുറേ ആളുകൾ വരിയായി നിൽക്കുന്നു. അപ്പം അതിലേറ്റവും ആദ്യം വരുന്നൊരു ചോദ്യം, ആളുകളുടെ വലതുവശത്തു നിന്നുള്ള എണ്ണവും ഇടതുവശത്തു നിന്നുള്ള എണ്ണവും തരും. ഒരാളുടെ തന്നെ. ഇപ്പം ഈ ഒരാളെ നോക്കുക. ഈ ഒരാൾ ഇടത്തുനിന്ന് എണ്ണി നോക്കുമ്പോൾ എത്രാമതാ? ഇടത്തുനിന്ന് എണ്ണി നോക്കുമ്പോൾ 1 2 3 4 5. ഇടത്തുനിന്ന് എണ്ണുമ്പോൾ ഇയാൾ 5-മതാണ്. ഈ വലത്തുനിന്ന് എണ്ണ അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോൾ 1 2 3 4, അവിടെ നിന്ന് എണ്ണുമ്പോഴും 5. വലത്തുനിന്ന് എണ്ണുമ്പോഴും ഇടത്തുനിന്ന് എണ്ണുമ്പോഴും ഇയാൾ 5ആണ്. അപ്പോൾ ഒരാളുടെ വലതുവശത്തു നിന്നുള്ള എണ്ണവും ഇടതുവശത്തു നിന്നുള്ള എണ്ണവും തന്നിട്ട് ആകെ ആളുകളുടെ എണ്ണം ചോദിച്ചു. ടോട്ടൽ ആളുകളുടെ എണ്ണം ചോദിച്ചാൽ ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1. ആകെ ആളുകളുടെ എണ്ണം ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1. എന്തുകൊണ്ടാണ് 1 കുറക്കുന്നത്? ആ വ്യക്തിയെ ഞാൻ ഇവിടുന്ന് എണ്ണുമ്പോഴും എണ്ണുന്നുണ്ട്, ഇവിടുന്ന് എണ്ണുമ്പോഴും എണ്ണുന്നുണ്ട്. ഒരാളെ തന്നെ 2 തവണ എണ്ണുന്നുണ്ട്. അത് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ 1 കുറക്കുന്നത്. അപ്പോൾ ഈ ഒരു വരിയിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഇയാളുടെ റാങ്ക് ഈ ഒരു വട്ടത്തിലിട്ട ആളുടെ നോക്കുമ്പോൾ ഇടതുവശത്ത് നിന്ന് 5ആണ്, വലതുവശത്ത് നിന്ന് 5ആണ്. മൊത്തം ആൾ ചോദിച്ചാൽ 5 + 5 -1. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ കോൺസെപ്റ്റ് തന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എന്ന് ചോദിക്കാം. ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നതിന് പകരം ഒരാൾ ക്യൂവിൻ്റെ മുന്നിൽ നിന്ന് ഇത്രയാണ്, പിന്നിൽ നിന്ന് എത്രയാണ്, ആകെ എത്ര ആളുണ്ടെന്ന് ചോദിച്ചാലും ഇതേ ഐഡിയ തന്നെയാണ്. തന്നിരിക്കുന്ന 2 സ്ഥാനങ്ങൾ കൂട്ടുന്നു, 1 കുറക്കുന്നു. തന്നിരിക്കുന്ന 2 സ്ഥാനങ്ങളും തമ്മിൽ കൂട്ടിയ ശേഷം 1 കുറച്ചാൽ ഉത്തരം കിട്ടും. ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 അല്ലെങ്കിൽ ടോപ്പ് പ്ലസ് ബോട്ടം -1 ചെയ്യാം. ഇതെപ്പോഴും വരുന്ന ചോദ്യമാണ്. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഏറ്റവും ലേറ്റസ്റ്റായി വന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒരു വരിയിൽ സബിത മുമ്പിൽ നിന്ന് 25 പിറകിൽ നിന്നും 25 2 സൈഡിൽ നിന്ന് 25. അപ്പോൾ ആകെ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു. എന്താണ്? 2 സൈഡും കൂടെ കൂട്ടാം. 25 + 25 -1. അപ്പം 50-ൽ നിന്ന് 1 കുറക്കുക. LGS ലെവലിൽ ചോദിച്ചതാണ്. 49 ആയിരിക്കും ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇത് വെറും 2-3 സെക്കൻഡിൽ ചെയ്യാവുന്ന ചോദ്യമേ ഉള്ളൂ. തന്നിരിക്കുന്ന 2 സ്ഥാനം കൂട്ടുക, 1 കുറച്ചു, ഉത്തരമായി. അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികളുടെ ഒരു നിരയിൽ വരിയുടെ ഇടത്തുവശത്തു നിന്നുള്ള എയുടെ സ്ഥാനം 27-ഉം വലതുവശത്തു നിന്നുള്ള എയുടെ സ്ഥാനം 34-ഉമാണ്. നിരയിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ്? ഒന്നുമില്ല, ഇടതും വലതും ഉണ്ടെങ്കിൽ 27 + 34 -1 എന്ന് എഴുതാം. അപ്പോൾ 24 31 കൂട്ടിയാൽ 61. 61-ൽ നിന്ന് 1 കുറച്ചാൽ 60 ആയിരിക്കും മൊത്തം ആളുകളുടെ എണ്ണം. സിവിൽ എക്സൈസ് ഡ്രൈവർ ഏറ്റവും പുതിയൊരു പരീക്ഷയാണ്. 2026 നടന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ഒന്നുമില്ല, 2 സ്ഥാനം കൂടെ കൂട്ടി 1 കുറക്കുക, മൊത്തം ആളുകളുടെ എണ്ണമായി. അടുത്ത ചോദ്യം. ഒരു ക്യൂവിൽ കേശു പിന്നിൽ നിന്ന് 10-ഉം മുന്നിൽ നിന്ന് 8-ഉമാണ്. അതേ ലോജിക്ക് തന്നെ. എന്തേ ഉള്ളൂ? 8 കൂട്ടി 1 കുറച്ചു. 10 + 8 -1 17 ആയിരിക്കും ഉത്തരം വരുന്നത്. അപ്പോൾ ആ ഒരു മോഡൽ, അതായത് ആദ്യത്തെ ടൈപ്പിൽ എന്താ? 2 സ്ഥാനത്തുള്ള പൊസിഷൻ തരുന്നു, ടോട്ടലി ചോദിക്കുന്നു. ഇനി ഇതിൻ്റെ അടുത്തൊരു മോഡലാണ്. മൊത്തം ആളുകളുടെ എണ്ണവും തരും, ഏതെങ്കിലും ഒരു സൈഡും തരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ.
മൊത്തം ആളുകൾ 11. ഇവിടെ 11 ആളെ എണ്ണി വെച്ചിട്ടുണ്ട്. അതിൽ വലത്തുവശത്തു നിന്നുള്ള എണ്ണം തന്നിട്ടുണ്ട് 6ആണ്. അങ്ങനെയാണെങ്കിൽ ഇടത്ത് വശത്ത് നിന്ന് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ വലത്തുവശത്ത് നിന്ന് നോക്കി 1 2 3 4 5 6 ആകെ 11 ആളുള്ള ഒരു വരിയിൽ ഇയാൾ വലത്ത് നിന്ന് എണ്ണുമ്പോൾ ഇയാൾ 6ാമതാണ്. അപ്പോൾ ഇടത്ത് നിന്ന് എണ്ണുമ്പോൾ ഇയാൾ എത്രയെന്ന് കാണാനുള്ള മെത്തേഡ് നേരത്തെ നമ്മൾ പഠിച്ചത് എന്താ? ടോട്ടൽ ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് പ്ലസ് റൈറ്റ് മൈനസ് 1. അപ്പോൾ ഇതിൽ ലെഫ്റ്റിനെ മാത്രം ഒരു സൈഡിൽ വെച്ചു, L ഇവിടെ വെച്ചു. അപ്പോൾ എന്താവും? ടോട്ടൽ 6 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും, ആ 1 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ ഒരു സ്ഥാനവും ആകെ എണ്ണവും തന്നു, അപ്പുറത്തു നിന്നുള്ള സ്ഥാനം ചോദിച്ചാൽ ടോട്ടൽ മൈനസ് തന്നിരിക്കുന്ന സ്ഥാനം പ്ലസ് 1. ടോട്ടൽ മൈനസ് തന്നിരിക്കുന്ന സ്ഥാനം പ്ലസ് 1 ചെയ്താൽ ഉത്തരം കിട്ടും. ചെയ്ത് നോക്കാമല്ലോ, ഈസിയാണ്. ഇതും വളരെ ഈസി ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. ഒരു കടയുടെ മുമ്പിൽ 15 പേർ ക്യൂ നിൽക്കുന്നു. ആകെ 15 പേരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രഘു മുന്നിൽ നിന്ന് 9ാമനാണ്. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ രഘു 9ാമനാണ്. ക്യൂവിൻ്റെ പിന്നിൽ നിന്ന് നോക്കിയാൽ രഘുവിൻ്റെ സ്ഥാനം എത്രയാണ്? അപ്പോൾ എന്താ ചെയ്താൽ മതി? 15ൽ നിന്നും ഒരു 9 കുറക്കാം, എന്നിട്ടോ ഒരു 1 കൂട്ടണം. ആകെ സ്ഥാനം മൈനസ് തന്നിരിക്കുന്ന സ്ഥാനം പ്ലസ് 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 15 പ്ലസ് 1 16. 16ൽ നിന്ന് 9 കുറച്ചു 7 എന്ന് വരും. ഓപ്ഷൻ ബി 7 ആയിരിക്കും രഘുവിൻ്റെ സ്ഥാനം കിട്ടുന്നത്. 7 ആയിരിക്കും ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള വേറൊരു ചോദ്യം നോക്കിയേ. ഒരു ക്ലാസ്സിലുള്ള 48 കുട്ടികളെ ലഭിച്ച റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചപ്പോൾ തോമസിൻ്റെ സ്ഥാനം മുന്നിൽ നിന്നും 22ാമതാണ്. ഒരാൾ മുന്നിൽ നിന്ന് 22ആണ് എങ്കിൽ പിന്നിൽ നിന്ന് അയാളുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ കുട്ടികളുടെ എണ്ണം മൈനസ് തന്നിരിക്കുന്ന സ്ഥാനം പ്ലസ് 1. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പലരും ചെയ്യാൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്ക് പറയാം. ഈ ഒരു ഇതിൽ ബോർഡ് മാസ് തെറ്റിക്കാനുള്ളൊരു ചാൻസ് ഇത് രണ്ടും കൂടെ കൂട്ടും. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ അവരാ 22 ഒന്നും കൂട്ടും. പക്ഷെ അത് 22 അല്ല, അത് മൈനസ് 22. അപ്പോൾ കൂട്ടാൻ ഏറ്റവും നല്ലത്, അങ്ങനെ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 48 ഒന്നും കൂട്ടാം, 49. അതിൽ നിന്ന് 22 കുറച്ചോ, എന്നാൽ തെറ്റൂല. ഇത് നേരെ 48 മൈനസ് 23 എന്ന് എഴുതി വെച്ചാൽ അതിൻ്റെ ഉത്തരം തെറ്റുവേ. അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഇത് മൈനസ് 22 ആണ്. അപ്പോൾ 48ൽ 1 കൂട്ടിയിട്ട് 22 കുറച്ചോ, കുഴപ്പമില്ല, 27 എന്ന് വരും. അല്ലെങ്കിൽ ഇത് നേരെ കുറച്ചിട്ട് 1 കൂട്ടിയാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ മൈനസ് 22ഉം 1ഉം കൂട്ടിയിട്ട് 23 എന്ന് എഴുതി വെക്കരുത്, അത് തെറ്റും. അപ്പം അത് ശ്രദ്ധിക്കുക. ചെറിയൊരു ബോർഡ് മാസ് ലോജിക്കാണ്, പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്പർ മാറിപ്പോവും. അപ്പോൾ ഉത്തരം 27 എന്നാണ് ഇവിടെ വരിക. അപ്പോൾ എന്താണ് ഇവിടുത്തെ ചോദ്യം? ടോട്ടലും ഒരു സ്ഥാനവും തന്നു, എന്നിട്ട് അപ്പുറത്തുള്ള സ്ഥാനം ചോദിച്ചു. ടോട്ടലും ഒരു സ്ഥാനവും തന്നു, ഒന്നെങ്കിൽ വലത് തന്നു, അല്ലെങ്കിൽ ഇടത് തരും, അല്ല ഒന്നെങ്കിൽ മുന്നിൽ നിന്നുള്ള തരും, അല്ലെങ്കിൽ പിന്നിൽ നിന്നുള്ള തരും. ഇതിലേതെങ്കിലും ഒന്ന് തരും, അപ്പുറത്തുള്ള ചോദിക്കും. ഒരു എക്സാമ്പിളും കൂടെ അതിൽ നോക്കാം. 65 പേരുള്ള ഒരു ക്ലാസ്സിൽ സിദ്ധാർത്ഥ് മുന്നിൽ നിന്ന് 37 എങ്കിൽ പിന്നിൽ നിന്നും സിദ്ധാർത്ഥിൻ്റെ റാങ്ക് എത്രയാണെന്ന് വെച്ചു. അപ്പം എന്താ ചെയ്യേണ്ടത്? 65ൽ നിന്നും ഒരു സ്ഥാനം, തന്ന സ്ഥാനം കുറച്ചു, 37 കുറച്ചു, എന്നിട്ടൊരു 1 കൂട്ടുക. അപ്പോൾ 65ൽ 1 കൂട്ടി 66ആയി. 66ൽ നിന്ന് 37 കുറച്ചാൽ 29 നമുക്ക് കിട്ടുക. 29 ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ ഈ 37ഉം 29ഉം കൂട്ടി 1 കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ടോട്ടൽ വരും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ആ രീതിയിലാണ് ഈ ചോദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഒരു സബ് തന്നെയാണ്. ആദ്യത്തേൽ ലെഫ്റ്റും റൈറ്റും കൂട്ടി 1 കുറച്ചാൽ ടോട്ടൽ കിട്ടും. ഇവിടെ ടോട്ടൽ ഒരു സ്ഥാനവും തന്നു, മറ്റേ ചോദിച്ചു. അപ്പോൾ ടോട്ടൽ മൈനസ് തന്നിരിക്കുന്ന സ്ഥാനം പ്ലസ് 1. റാങ്കിങ് ആൻഡ് ഓർഡറിലെ 2 ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ അതോടുകൂടെ കംപ്ലീറ്റ് ആയി. ഇനി റാങ്കിങ് ആൻഡ് ഓർഡറിൽ വരുന്ന മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ചോദ്യം എന്ന് പറഞ്ഞാൽ 2 ആളുകൾക്കിടയിൽ, 2 വ്യക്തികൾക്കിടയിൽ എത്ര ആളുകൾ ഇടയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള എണ്ണം കണ്ടെത്താനാണ്. അപ്പോൾ ഇടയിലുള്ളവരുടെ എണ്ണം കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൈനസ് എ പ്ലസ് ബി. ഏതെങ്കിലും 2 ആൾ, ഒരേ ആളല്ല ഇട്ടത്, അപ്പുറത്തൊരാളും ഇപ്പുറത്തൊരാളും. അപ്പോൾ ഇവരുടെ ഇടയിൽ എത്ര പേരുണ്ട് എന്നുള്ള ആ ഒരു ചോദ്യം വന്നാൽ, അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു ചിത്രം നോക്കിക്കേ. ഈ ഒരു ചിത്രത്തിൽ ഇവിടെ നമുക്കറിയാം എത്ര പേരുണ്ട്.
ഇവിടെ 11 പേരുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരാളുടെയും ഈ ഒരു ഗേളിൻ്റെയും ഇടയിൽ എത്ര പേരുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 പേരുടെ റാങ്ക് എണ്ണിയിട്ട് ടോട്ടൽ 11 അപ്പോൾ 11 മൈനസ് ഇയാൾ ഇവിടുന്ന് ഇടത്തുനിന്ന് 3 ഈ പെണ്ണ് ഇവിടുന്ന് നോക്കുമ്പോൾ 4. അപ്പോൾ ഇടയിലുള്ള ആളുകളുടെ എണ്ണം കാണാൻ പറഞ്ഞാൽ 3 + 4 കൂട്ടിയിട്ട് കുറക്കാം. അപ്പോൾ 17 7 കുറച്ചാൽ 4. അതിവിടെ എണ്ണി നോക്കിയാൽ വെരിഫൈ ചെയ്യാൻ പറ്റും. 1 2 3 4. ഇതാണ് ഐഡിയ. ടോട്ടൽ ആളുകൾ അത് 2 വ്യത്യസ്തമായ ഈ ബോയും ഈ ഗേളും വെച്ചിട്ടാണ് നമ്മളോട് ചോദ്യം വരിക. അപ്പോൾ ടോട്ടൽ മൈനസ് ബോയുടെ നമ്പർ പ്ലസ് ഗേളുടെ നമ്പർ ചെയ്താൽ ഇടയിലുള്ള ആളുകളുടെ എണ്ണം കിട്ടും. 2 പേർക്ക് ഇടയിൽ എത്ര പേരുണ്ട് എന്നുള്ളത് കാണാൻ ടോട്ടൽ മൈനസ് A+B ആണ്. അപ്പോൾ ഏറ്റവും പുതിയ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ നടന്നൊരു പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ 10th ലെവൽ മെയിൻസ് തന്നെ ആയിരുന്നു. ഒരു ക്ലാസ്സിലെ കുട്ടികളെ വരിയായി നിർത്തിയിരിക്കുന്നു. വരിയിൽ ആകെ 50 പേരുണ്ട്. അതിൽ അനു മുമ്പിൽ നിന്ന് 10ാമതും വിനു പിന്നിൽ നിന്ന് 34ാമതുമാണ്. അവരുടെ ഇടയിൽ എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചു. അപ്പം അവർക്ക് ഇടയിലുള്ള കുട്ടികളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? 50 മൈനസ് അനുവിൻ്റെ നമ്പർ പ്ലസ് വിനുവിൻ്റെ നമ്പർ. 50 മൈനസ് 44 എന്ന് വരുന്നു. 50ൽ നിന്ന് 44 കുറക്കുമ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 6 ആണ് ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത്. ചോദ്യത്തിൻ്റെ ഉത്തരം 6 എന്നാണ് കിട്ടുക. ചോദ്യത്തിൻ്റെ ഉത്തരം 6. ഇടയിലുള്ള ആളുകളുടെ എണ്ണം കാണാൻ പറഞ്ഞാൽ ടോട്ടൽ മൈനസ് A+B. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. എല്ലാം PYQs ആണ്. 25 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അമൃത മുൻപിൽ നിന്ന് 8ാമത്തെയാളും പ്രിയ പിറകിൽ നിന്ന് 6ാമത്തെയാളും ആണ് എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചു. ഈ 2 പേർക്ക് ഇടയിൽ എത്ര പേരുണ്ട്? നമ്മൾ ഓൾറെഡി ചെയ്ത മോഡലാണ്. എന്ത് ചെയ്താൽ മതി? 25ൽ നിന്നും എന്ത് ചെയ്യുക? മൈനസ് 8 പ്ലസ് മറ്റേ ആളുടെ നമ്പർ 6. 25 മൈനസ് 14 ഉത്തരം 11. ഓപ്ഷൻ ബി. 2 പേർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ടോട്ടൽ മൈനസ് A+B. ഇനി ഈ ചോദ്യത്തിൽ ചെറിയൊരു ട്വിസ്റ്റ് വരുന്ന ചോദ്യം കൂടെ ഉണ്ട്. ഇതേ ടൈപ്പ് ഓഫ് ചോദ്യം തന്നെ, പക്ഷെ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് വരും. ചോദ്യം കാണിക്കാം, അപ്പോൾ മനസ്സിലാവും. നോക്കിക്കേ. 25 പേരുള്ളൊരു വരിയിൽ ആരതി മുമ്പിൽ നിന്ന് 11ാമതും ലത പിറകിൽ നിന്ന് 21ാമതും ആയാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ 25 മൈനസ് ആരതിയുടെ 11 ലതയുടെ 21 കൂടെ കൂട്ടി. 25 മൈനസ് ഇവിടെ എത്രയായി? 11 21 കൂട്ടി 32ആയി. അപ്പോൾ എത്രയായി? -7 എന്നാണ് വരിക. അപ്പം എന്താ സംഭവിച്ചവിടെ? എന്തോ ഒരു പ്രശ്നമില്ലേ? കാരണം ആകെ 25 പേരുള്ളൂ. പക്ഷെ ഇവരുടെ നമ്പർ എടുക്കുമ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? 25ന് വലിയ മേലുള്ള ഒരു നമ്പറായി. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. അതായത് ടോട്ടൽ ഈ ഇടയിലുള്ള ആളുകളുടെ എണ്ണം നെഗറ്റീവ് വന്നു എന്ന് വിചാരിക്കാം. അപ്പം അതിനർത്ഥം ഇവർ പരസ്പരം ഓവർലാപ്പായി ഇരുന്നിട്ടുണ്ട് എന്നാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം വന്നു. അത് ഞാൻ ചിത്രത്തിൽ കാണിക്കാം. അല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരം നെഗറ്റീവ് വന്നാൽ ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ആളുകളുടെ എണ്ണം ഒരിക്കലും നെഗറ്റീവ് ആവില്ലല്ലോ, അത് ഉറപ്പല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ആ നെഗറ്റീവ് സിമ്പിൾ അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് നേരെ 7 പോയി മാർക്ക് ചെയ്യാൻ പറ്റുമോ? മാർക്ക് ചെയ്താൽ എന്താവും? നെഗറ്റീവ് ആവും. വേറെ ഒന്നും നടക്കാനില്ല. മാർക്ക് ചെയ്യേണ്ട 7 അല്ല, ആ നെഗറ്റീവ് അങ്ങ് ഒഴിവാക്കുക. ഷോർട്ട് കട്ടാണേ. ഒരു 2 അങ്ങ് കുറക്കുക. അതാണ് ഉത്തരം. എപ്പോഴെങ്കിലും ഇടയിലുള്ള ആളുകളുടെ എണ്ണം നെഗറ്റീവായിട്ടുള്ള ഒരു ഉത്തരം വന്നു, ടോട്ടൽ മൈനസ് A+B ചെയ്തപ്പോൾ നെഗറ്റീവ് വന്നാൽ ചെയ്യേണ്ട കാര്യം നെഗറ്റീവ് സിമ്പിൾ ഒഴിവാക്കുക, ഒരു 2 അങ്ങോട്ട് കുറക്കുക. നെഗറ്റീവ് 7 കിട്ടിയത്, 7ന്ന് ഒരു 2 കുറക്കുക, ഉത്തരം 5 ആയിരിക്കും. ഒരു പ്രശ്നമില്ല, മാർക്ക് കിട്ടും. ഇനി അതെങ്ങനെയാണ് ആ 2 കുറക്കുന്ന സാധനത്തിലേക്ക് വന്നത് എന്നും കൂടെ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, ചിത്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ എണ്ണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ 11 ആളാണ് ഉള്ളത്. 10 ഇവിടെ എണ്ണം വന്നത് ഇയാളെ ഒഴിവാക്കേണ്ടതുകൊണ്ടാണ് 11 ആൾ ഉള്ളത്. അപ്പോൾ 11ന് മേലൊരു നമ്പർ വരിക എന്ന് പറഞ്ഞാൽ ഒറ്റ കേസേ ഉള്ളൂ. നമ്മൾ ഈ എണ്ണം പറയുമ്പോൾ ഇപ്പം ഇവിടുന്ന് ഞാൻ ഈ കുട്ടി 7ാമതാന്ന് പറഞ്ഞു. ഓക്കെ, ഈ കുട്ടിയാണ്. ഇവിടെ നോക്കുമ്പോൾ ഇയാൾ 8ാമത്, 7ാമതല്ല 8ാമത്. ഇനി വേറൊരു കുട്ടിയെ എടുത്തു, ഈ പെൺകുട്ടിയെ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ എണ്ണുമ്പോൾ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്.
അതായത് ഞാൻ എണ്ണിയത് ഇയാളെ കടന്നു പോയിട്ടുണ്ട് അങ്ങോട്ട്, അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും അയാളെയും കടന്നു പോയിട്ടുണ്ട്. അതായത് ഇവരെ രണ്ടുപേരെയും ഓവർലാപ്പ് ചെയ്ത് എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ എണ്ണം 25 മേലെ പോയത്. ആക്ച്വലി 25 പേരുള്ളൂ, പക്ഷെ നമ്മൾ ആ എണ്ണം കൂട്ടിയപ്പോൾ 32 കിട്ടാനുള്ള റീസൺ ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് പോയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിന് ഓവർലാപ്പിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓവർലാപ്പിംഗ് ഒഴിവാക്കാനാണ് അവസാനം നമ്മളൊരു 2 കുറച്ചത്. കാരണം ഇയാൾ ഇങ്ങോട്ട് പോകുമ്പോഴും എണ്ണി, ഇങ്ങോട്ട് പോകുമ്പോഴും എണ്ണി. അപ്പോൾ രണ്ടാളെയും 2 തവണ എണ്ണിയിട്ടുണ്ട്. അത് ബാലൻസ് ചെയ്യാനാണ് അവസാനം ഒരു -2 കുറച്ചത്. അപ്പോൾ നിങ്ങൾ അത്രയ്ക്കൊന്നും ആലോചിക്കണം എന്നില്ല. നിങ്ങൾ ഇടയിലുള്ള ആളുകളുടെ എണ്ണം ക്വസ്റ്റ്യൻ എപ്പോഴെങ്കിലും നെഗറ്റീവ് ഉത്തരം വന്നോ, സിമ്പിൾ ഒഴിവാക്കുക. ആളുകളുടെ എണ്ണം നെഗറ്റീവ് ആവില്ല, അങ്ങനെ ആലോചിക്കുക. സിമ്പിൾ ഒഴിവാക്കുക. ഒരു 2 കുറക്കണം, അത് മറന്നാൽ പോയേ. 2 കുറച്ചാലേ ഉത്തരം കിട്ടുള്ളൂ. ഒരു 2 കുറക്കുക, അപ്പോൾ കറക്റ്റ് ഉത്തരം കിട്ടും. വേറെയും PSC ചോദിച്ചൊരു ചോദ്യം കൂടെ നോക്കാം. ഒരു ക്ലാസ്സിലെ 45 കുട്ടികളെ വരിയായി നിർത്തിയപ്പോൾ അനു ഇടത്ത് നിന്ന് 22ഉം വിനു വലത്ത് നിന്ന് 25ഉം ആണ്. നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. 45 മൈനസ് അനുവിൻ്റെ എണ്ണം പ്ലസ് വിനുവിൻ്റെ എണ്ണം. അപ്പോൾ 45 മൈനസ് 47 ആവും. ഉത്തരം -2 ആണ്. അപ്പോൾ ആലോചിച്ചോ, ആളുകളുടെ എണ്ണം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നെഗറ്റീവ് സിമ്പിൾ ഒഴിവാക്കുക, ഒരു 2 കുറക്കുക, ഉത്തരം 0. ഇതിൻ്റെ ഉത്തരം 0 വരാം. ആളുകൾക്കിടയിൽ ആരും ഉണ്ടാവാത്തൊരവസ്ഥ വരും. ഇപ്പോൾ 2 ആളിങ്ങനെ അടുപ്പിച്ചിരിക്കുക. അപ്പോൾ ഇവരുടെ ഇടയിൽ ആരുണ്ടോ ചോദിച്ചാൽ ഇല്ല, അവരടുത്തായിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഉത്തരവും വരാം. ആളുകളുടെ ഇടയിലുള്ള എണ്ണം 0 എന്ന് വരാം. അപ്പം ചിലവർക്ക് സംശയം വന്നിട്ട് അവർ 2 എഴുതി വെച്ചിട്ടുണ്ടാവും, നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവും. 2 അല്ല ഉത്തരം. നെഗറ്റീവ് ഉത്തരം വന്നാൽ എന്ത് ചെയ്യുക? നെഗറ്റീവ് ഉത്തരം വന്നാൽ നെഗറ്റീവ് സിമ്പിൾ ഒഴിവാക്കുക, 2 ഓർക്കുക. പോസിറ്റീവ് ഉത്തരം വന്നാൽ പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാനില്ല, അതിൻ്റെ ഉത്തരം. അപ്പോൾ 3ാമത്തെ ടൈപ്പ് ഓഫ് ആളുകളുടെ ഇടയിലുള്ള എണ്ണം കാണുന്ന ക്വസ്റ്റ്യൻ മെത്തേഡ് ടോട്ടൽ മൈനസ് A+B. അപ്പോൾ ഇവിടെ 2 കേസ് ഉണ്ട്. പോസിറ്റീവ് ആണ് ഉത്തരം എന്ന് വിചാരിക്കുക, ഒന്നും ചെയ്യാനില്ല, അത് തന്നെ. ഈ ഉത്തരം നെഗറ്റീവായി വന്നാൽ എന്ത് ചെയ്യുക? നെഗറ്റീവ് സിമ്പൽ ഒഴിവാക്കിയിട്ട് 2 കുറക്കുക. നെഗറ്റീവ് സിമ്പൽ ഒഴിവാക്കിയിട്ട് 2 കുറക്കുക, അതാണ് ഉത്തരം. അഥവാ നെഗറ്റീവ് വന്നാൽ, പോസിറ്റീവ് വന്നാൽ ഒന്നും ചെയ്യാനില്ല, അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 2 സിറ്റുവേഷൻസ് ഉണ്ട്. ഓവർലാപ്പ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ, അപ്പോഴാണ് നെഗറ്റീവ് വരുന്നത്. ഓവർലാപ്പ് അല്ലെങ്കിൽ പോസിറ്റീവേ വരുള്ളൂ. സെറ്റാണല്ലോ. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് മൊത്തം ആളുകളുടെ എണ്ണം കാണാൻ അതിന് ലെഫ്റ്റും റൈറ്റും കൂട്ടി 1 ഓർക്കുക. രണ്ടാമത്തേത് ലെഫ്റ്റ് തന്നിട്ട് റൈറ്റ് ചോദിക്കുക, അല്ലെങ്കിൽ റൈറ്റ് തന്നിട്ട് ലെഫ്റ്റ് ചോദിക്കുക. അപ്പോൾ ടോട്ടൽ മൈനസ് ലെഫ്റ്റ് പ്ലസ് 1. അടുത്തത് 3ാമത്തേത് ഇടയിലുള്ള ആളുകളുടെ എണ്ണം ചോദിച്ചാൽ ടോട്ടൽ മൈനസ് A+B. ഉത്തരം 2 രീതിയിൽ വരാം. പോസിറ്റീവ് ഉത്തരം വന്നാൽ അത് തന്നെ എഴുതാം. നെഗറ്റീവ് ഉത്തരം വന്നാൽ നെഗറ്റീവ് സിമ്പിൾ ഒഴിവാക്കിയിട്ട് 2 ഓർക്കുക. ഒരു മോഡലും കൂടെ നമുക്കിവിടെ നോക്കാനുള്ളൂ. സ്ഥാനനിർണ്ണയത്തിൻ്റെ ഒരു മോഡലും കൂടെ ഉള്ളത്, ആളുകൾ പരസ്പരം സ്ഥാനം മാറുന്നു. ഇപ്പോൾ ഈ ഒരു ചിത്രം നോക്കിയാൽ ഇതിൽ A ഇടതുവശത്ത് നോക്കുമ്പം A 4 ആയിരുന്നു. ആദ്യം B അവിടെ 8 ആയിരുന്നു. ഇനി എന്ത് ചെയ്തു? ഇവർ പരസ്പരം സ്ഥാനം മാറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന A ഇങ്ങോട്ട് പോയി, അവിടെ ഉണ്ടായിരുന്ന B ഇങ്ങോട്ടും വന്നു. അതിനാണ് എന്ത് പറയുക? അതിനാണ് പരസ്പരം സ്ഥാനം മാറുന്നു എന്ന് പറയുന്നത്. 2 പേർ തങ്ങളുടെ സ്ഥാനങ്ങൾ പരസ്പരം മാറിയാൽ അവരുടെ പുതിയ റാങ്ക് ഈക്വൽ ടു മറ്റേ ആളുടെ പഴയ റാങ്ക്. പണ്ട് അയാൾ നിന്ന സ്ഥാനത്താണ് ഇപ്പോൾ പുതിയ ആൾ നിൽക്കുന്നത്. ഇപ്പോൾ Aയുടെ റാങ്ക് 4 ആണ്, Bയുടെ റാങ്ക് 8 ആണ്. ഇപ്പോൾ സ്ഥാനം മാറിക്കഴിഞ്ഞാൽ Aയുടെ റാങ്ക് ഇപ്പോൾ 8 ആയിട്ടുണ്ടാവും, Bയുടെ 4 ആയിട്ടുണ്ടാവും. ആ നമ്പർ പരസ്പരം മാറും. അപ്പോൾ അതെങ്ങനെയാണ് ചോദ്യങ്ങളിൽ ആ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോഴൊന്നും ഇതിലൊരിക്കലും ഈ ടോപ്പിക്കിൽ എവിടെയും ചിത്രം നിങ്ങൾ വരച്ചു നോക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. എല്ലാത്തിനും ഡയറക്റ്റ് ഷോർട്ട് കട്ട് ഉണ്ട്. 4 ടൈപ്പിനും ഡയറക്റ്റായിട്ട് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട്. അപ്പോൾ ഇവിടെയും അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ചോദ്യം കാണിക്കാം. ചോദ്യം നോക്കിക്കോ. ഒരു വരിയിൽ ഷെറിൻ ഇടത്ത് നിന്ന് 12ാമതാണ്, ആതിര വലത്ത് നിന്ന് 19ാമതുമാണ്. അവർ വരിയിലെ സ്ഥാനം പരസ്പരം മാറിയപ്പോൾ ഷെറിൻ ഇടത്ത് നിന്ന് 16ആയി. ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ജസ്റ്റ് ഞാൻ മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒരു വര വരച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഇത് നമ്മുടെ ഇടതുവശം, ഇത് നമ്മുടെ വലതുവശവുമാണ്. അപ്പോൾ ഷെറിൻ ആദ്യം ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് ഷെറിൻ എന്ന് വിചാരിച്ചോ. ഷെറിൻ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, 16ാമത്. ഇനി എന്ത് സംഭവിച്ചു? ആതിര വലത്തുനിന്ന്, ആതിര ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്, ആതിര. അപ്പോൾ ആതിര എത്രാമതാ? ആതിര അവിടെ നോക്കുമ്പോൾ 19ആണ്.
ഇനി ഇവർ പരസ്പരം സ്ഥാനം മാറി. അപ്പോൾ ഇവിടെയുള്ള ആതിര ഇങ്ങോട്ട് പോയി, ഇവിടെയുള്ള ഷെറിൻ ഇങ്ങോട്ട് പോയി. അപ്പം അങ്ങനെ ഷെറിൻ പോയപ്പോൾ ഷെറിൻ്റെ നമ്പർ എത്രയായി? അങ്ങോട്ട് പോയപ്പോൾ ഷെറിൻ്റെ നമ്പർ 16 ആയി. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ആളുകളുടെ ടോട്ടൽ എണ്ണം ചോദിച്ചാലുള്ള എളുപ്പ വഴി ഇത്രയേ ഉള്ളൂ. നമ്മൾ മാറിയ ശേഷമുള്ള നമ്പർ അതാണ് ആദ്യം എടുക്കേണ്ടത്. അവർ വരിയിലെ സ്ഥാനം പരസ്പരം മാറിയപ്പോൾ ഷെറിൻ 16 ആയി. അപ്പം ആ മാറിയ ശേഷമുള്ള നമ്പർ ഉണ്ടല്ലോ അതെടുക്കുക. ഷെറിൻ 16 എന്നെടുക്കുക. പ്ലസ് ഈ സ്ഥലത്ത് പണ്ട് ആരായിരുന്നു? ഇവിടെ ഇപ്പം മാറിയ ശേഷമുള്ളത് മറ്റേ ആളുടെ പഴയ റാങ്കാ. അപ്പം അത് ആതിരയുടെ പഴയ റാങ്ക്. ആതിരയുടെ പഴയ റാങ്ക് എത്രയാ? 19. അതെടുക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടുക. എന്നിട്ട് മൊത്തം ആളുകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം? 1 കുറക്കണം. അതായത് ഈ ഒരു പോയിന്റിൽ നമ്മളിപ്പോൾ ഈ വരച്ച ഒരു പോയിന്റിൽ രണ്ടാളുടെ നമ്പറും കിട്ടി. ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് 16ഉം റൈറ്റിൽ നിന്ന് 19 ആണെന്ന് കിട്ടി ഓൾറെഡി. അപ്പം മാറിയ ശേഷമുള്ള നമ്പർ ആദ്യം എടുക്കുക, അപ്പുറത്ത് മറ്റേ ആളുടെ നമ്പർ എടുക്കുക, രണ്ടും കൂടെ കൂട്ടുക, -1 ചെയ്താൽ ഉത്തരമായി. അപ്പോൾ ഇവിടെ 35 - 1 എന്ന് വരും. 35 - 1 34 ആയിരിക്കും ഉത്തരം. ഒറ്റ വരിയിൽ കിട്ടും. അപ്പോൾ പരസ്പരം സ്ഥാനം മാറുന്ന ചോദ്യങ്ങളിൽ യൂസ് ചെയ്യേണ്ട ഷോർട്ട് കട്ട് ഇത്രയേ ഉള്ളൂ. സ്ഥാനം മാറിയ ശേഷമുള്ള ആൾ എ ആണെന്ന് വിചാരിക്കാം. എയുടെ നമ്പർ പ്ലസ് ബിയുടെ പഴയ നമ്പർ -1. ബിക്ക് 2 നമ്പറും ഉണ്ടാവില്ല. മാറിയ ശേഷം എ ആണല്ലെങ്കിൽ ബിയുടെ നമ്പർ ക്വസ്റ്റ്യനിൽ അന്ന് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മാറിയ ശേഷമുള്ള എ പ്ലസ് ബിയുടെ പഴയ നമ്പർ -1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൊത്തം ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. 2 ചോദ്യങ്ങൾ കൂടെ ചെയ്തു നോക്കാം. ഒരു വരിയിൽ എ മുന്നിൽ നിന്നും 10ാമതും ബി പിറകിൽ നിന്നും 10ാമതാണ്. അവർ വരിയിലെ സ്ഥാനം മാറിയപ്പോൾ എ മുന്നിൽ നിന്ന് 20 ആയി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാറിയ ശേഷമുള്ള നമ്പർ എയുടെ നമ്പർ അത് 20 ആണ്. പ്ലസ് അപ്പുറത്തുനിന്ന് ആരുടെ എടുക്കേണ്ടത്? അപ്പുറത്തുനിന്ന് ബിയുടെ എടുക്കണം. ഇവിടുന്ന് എ എടുത്താണ് അപ്പുറത്ത് ബി 10 -1. മൊത്തം ആളുകളുടെ എണ്ണം കാണാൻ 2 പേരുടെ സ്ഥാനവും കൂട്ടി 1 കുറക്കണം. അപ്പോൾ ഇത് കുറക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 - 1 29. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. 29 ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഒരു വരിയിൽ നീതുവിൻ്റെ സ്ഥാനം ഇടത്ത് നിന്ന് 8ാമതും വീണയുടെ സ്ഥാനം വലത്ത് നിന്ന് 17ാമതുമാണ്. അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ നീതുവിൻ്റെ സ്ഥാനം ഇടത്ത് നിന്ന് 14ാമതായി. നമ്മൾ എടുക്കേണ്ട ആദ്യത്തെ നമ്പർ ഏതാ? നീതു 14 എന്ന് എടുക്കണം. നീതു 14 പ്ലസ് അപ്പുറത്ത് ആരാണ്? വീണ 17 എന്നും എടുക്കുക. വീണ 17 -1. ഇവിടുന്ന് നീതു എടുത്താൽ അവിടുന്ന് വീണ എടുക്കാം. നീതു പ്ലസ് വീണ -1 30 എന്ന് വരും. ഓപ്ഷൻ എ 30 ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ 4 തരം ചോദ്യങ്ങളാണ് സ്ഥാനനിർണ്ണയത്തിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള 4 ടൈപ്പുകൾ. അപ്പോൾ ഒന്ന് ടോട്ടൽ ആളുകളുടെ എണ്ണം കാണാൻ, അതിന് ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1. ഇനി ഇതിലേതെങ്കിലും ഒരു സ്ഥാനം കാണാൻ പറഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ = ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 ആണ്. അപ്പോൾ റൈറ്റ് കാണാൻ പറഞ്ഞാൽ ടോട്ടൽ മൈനസ് ലെഫ്റ്റ് +1 ആയിരിക്കും. ഇടയിലുള്ള ആളുകൾ കാണാൻ പറഞ്ഞാൽ ടോട്ടൽ -a + b ആണ്. സ്ഥാനം മാറിയത് കാണാൻ പറഞ്ഞാൽ എന്താ? പഴയ സ്ഥാനം മാറിയ ശേഷമുള്ള സ്ഥാനം പ്ലസ് പഴയ ആളുടെ നമ്പർ -1 ചെയ്താൽ മൊത്തം ആളുകളുടെ എണ്ണവും കാണാൻ പറ്റും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ 2 ടോപ്പിക്കുകളാണ് നമ്മൾ ടർബോ 12 സീരീസിൻ്റെ ഈ ഒരു മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി സെഷനിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള എല്ലാ വിഷയത്തിൻ്റെയും കണ്ടൻറ് വൈസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഡെയിലി ലഭിക്കുന്നതായിരിക്കും. നാളെയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനമാക്കിയുള്ളൊരു പരീക്ഷയായിരിക്കും, സ്കോളർഷിപ്പ് പരീക്ഷയായിരിക്കും ജൂൺ 15 ഉണ്ടാവുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസിമലും റാങ്കിങ്ങും ആ പരീക്ഷയ്ക്ക് മാത്രമല്ല പിന്നെയും ഏത് പരീക്ഷ വരുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ PSC ചോദിക്കുന്നതാണ്. നമ്മൾ ആ ടോപ്പിക്ക് ഫുള്ള് എടുത്താൽ തീർക്കുക എന്നുള്ള ഉദ്ദേശമല്ല, അതിൽ നിന്ന് PSCയുടെ ഏരിയാസ് കണ്ടെത്തിയിട്ട് അത് സോൾവ് ചെയ്യാനാണ് നിങ്ങളെ പഠിപ്പിച്ചത്. അപ്പം അത്രയും പഠിച്ചാൽ തന്നെ പരീക്ഷയിലുള്ള ചോദ്യങ്ങൾ തീർച്ചയായും ഈ 2 ഭാഗങ്ങൾ വന്നാലും നിങ്ങൾക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ അടുത്ത് നടന്ന ഏത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ, അതിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായും ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. അതുപോലെ ആ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. എല്ലാവരും നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. T12 സീരീസ് ഇനിയും തുടരും. എല്ലാവരും കണ്ടിന്യൂ ചെയ്ത് കാണാം. താങ്ക് യു ഓൾ.